ഡയറക്ടേഴ്സിൻ്റെ ഒന്നും വയറ്റത്തടിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു മൂവി ഹിറ്റ് ആകുമ്പം അതിൻ്റെ വാല് പിടിച്ച് കുറേ സബ്ജക്റ്റുകൾ എല്ലാവരും കൂടെ അടിച്ചു കൂട്ടും. ഡയറക്ടറിൻ്റെ മേളിൽ ഇത്രയും കോടി രൂപ ഒരു പ്രൊഡ്യൂസർ മുടക്കുമ്പം ഒരു ചെക്സ് ആൻഡ് ബാലൻസസും ഇല്ലാതെ ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ പടം പിടിച്ചാലും വേറൊരാൾ പടം പിടിച്ചാലും end of the day you understand one thing, everybody has a piece of cake in the world. So imagine 100 കോടി രൂപ നമ്മുടെ ജനങ്ങളുടെ പടത്തിന് മുടക്കാൻ കാശുണ്ടായിട്ടല്ലേ, because they are ready to expense it for content quality. ഇനി ആ പടം ചെയ്യരുത് എന്നുള്ളതാണ്. പടം നിങ്ങൾ നിർത്തി വെക്കുക, ആ പോയ പൈസ പോയി എന്ന് കരുതുക. ഇനി wherever in the world, any producers, co-producers, whatever, നിങ്ങളുടെ കോർ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പടം ചെയ്താൽ ഒബ്വിയസ്ലി നിങ്ങളുടെ കാശ് പോകുന്നത്. ചാർട്ടിങ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോളിവുഡിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് ചാർട്ടിങ് സോഫ്റ്റ്വെയർ. ഇവിടെ അത് യൂസ് ചെയ്യാറില്ല. ഇവിടെ പേഴ്സൺ ടു പേഴ്സൺ കഴിവിലാണ് ചാർട്ട് ചെയ്ത് പോകുന്നത്. മാർക്കറ്റിംഗ് ഏജൻസീസാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. ഫിലിം ബ്രാൻഡിന് അസോസിയേറ്റ് ചെയ്ത് അവരാണ് പിച്ച് ചെയ്യാറുള്ളത് മറ്റേ മേജർ കമ്പനീസിലേക്ക്. പക്ഷേ സിൻഡിക്കേഷൻ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതൊരു പാർട്ട്ണർഷിപ്പ്, സിൻഡിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന പാർട്ട്ണർഷിപ്പാണ്. ചാനൽ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ്, അത് കഴിഞ്ഞ് കുറേ എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. ഈ എപ്പിസോഡ്സിന് നമ്മൾ കുറേ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ റീക്യാപ്പ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, സ്റ്റോറി സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു, ഡയറക്ടറിനെ കുറിച്ച്, പ്രൊഡക്ഷൻ കൺട്രോള്, കമ്പനി ഫോർമേഷൻ, അങ്ങനെ ആർട്ടിസ്റ്റിനെ പ്രൊഡ്യൂസേഴ്സ് ലോഞ്ച് ചെയ്യുന്നത്, കോ പ്രൊഡക്ഷൻ കോൺട്രാക്ട്സ്, റിസ്ക് മിറ്റിഗേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ കവർ ചെയ്തു. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരുപാട് മെയിൽസും വന്നിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് കമൻസും ഉണ്ട്. കമൻറ്റ് സെക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. പ്യുവർലി ക്വസ്റ്റ്യൻസ് പേഴ്സണലായിട്ട് വന്ന, അതായത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ മറുപടി അയച്ചിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അത് ഒരു എപ്പിസോഡിൽ കവർ ചെയ്യുക, അതായത് ഒരു പബ്ലിക്കായിട്ടൊരു എപ്പിസോഡ് ചെയ്ത് കവർ ചെയ്താൽ കുറച്ച് ഏരിയ, കാരണം എല്ലാവർക്കും ആ സംശയം കാണുമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എപ്പിസോഡ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, സ്റ്റോറീസ് ചൂസ് ചെയ്യുമ്പം ഫാമിലി സ്റ്റോറി അല്ലെങ്കിൽ ഫീൽ ഗുഡ്, റൊമാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ത്രില്ലർ ഇവിടെ ഓടുന്നില്ലേ, അല്ലെങ്കിൽ ഇന്ന ത്രില്ലർ ഓടിയല്ലോ, അല്ലെങ്കിൽ ഇന്ന സർവൈവൽ സ്റ്റോറി ഓടിയല്ലോ എന്നൊക്കെ പല ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടു. അത് സത്യമാണ്, അത് ഓടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് ഓടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം ഈ പടങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയല്ല, സൂക്ഷിച്ച് ചെയ്യുക. ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ ഇൻഡസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ കോ പ്രൊഡ്യൂസർ വന്നാൽ അവർക്ക് ഇതിൻ്റെ റിസ്ക് എന്തുവാണ്, റിവാർഡ് എന്തുവാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ വീഡിയോ ഉള്ളത്. എസ്പെഷ്യലി ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 5 കോടിക്ക് നിങ്ങൾ പടം എടുക്കാൻ വേണ്ടി വന്നാൽ അത് 4 കോടിക്ക് എങ്ങനെ എടുക്കണം എന്നാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 5 കോടിക്ക് വന്ന് 10 കോടി സ്പെൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല നമ്മുടെ പടം. എങ്ങനെ നിങ്ങൾക്ക് കോസ്റ്റ് സേവ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാം. ദിസ് ഈസ് വാട്ട് ഐ ആം ട്രൈങ് ടു മീൻ ബൈ ഡൂയിങ് ദീസ് വീഡിയോസ്. അപ്പം സോ വാട്ട് ഐ ആം ട്രൈങ് ടു ടെൽ ഹിയർ ഇസ് ദാറ്റ്, നിങ്ങൾ ഇൻഡസ്ട്രിയിൽ വരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ നാഴികയ്ക്ക് 40 വട്ടവും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, ഇത്ര മൂവി പൊട്ടി എന്നുള്ളതാണ്. പക്ഷേ ഈ പൊട്ടി എന്ന് പറയുന്നതിന് ഇതിന് ഒരുപാട് തലങ്ങളുണ്ട്. ബിക്കോസ് സം മൂവീസ് മൈറ്റ് ഹാവ് ഡൺ ബിസിനസ്, സാറ്റലൈറ്റ് OTT. സം മൂവീസ് ആർ നോട്ട് മെന്റ് ടു ബി എ ഹിറ്റ്. പടം എടുക്കുന്ന ഉദ്ദേശം അതല്ല. അതിന് ഞാൻ വേറൊരു എപ്പിസോഡ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരാം, എന്തിന് മൂവി പിടിക്കുന്നു എന്നുള്ളത്. പല ആൾക്കാരും പല ഉദ്ദേശത്തിലും പല കാര്യങ്ങൾക്കുമാണ് മൂവി ചെയ്യുന്നത്. അപ്പം എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ്, മാക്രോ മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒറ്റ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുവാൻ തന്നെയാണ്. അതിന് ഗവൺമെൻറ് കൊടുക്കാനുള്ള ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാനും തയ്യാറാണ്, അതിനൊന്നും നമുക്ക് വിജയമില്ല. പക്ഷെങ്കിൽ അവർ ഇൻറ്റൻഷൻ is to get profits from movie because it's a business line for us. കോർ ബിസിനസ് ലൈൻ ആയതുകൊണ്ട് തന്നെ വി എയിം ഇൻ ദാറ്റ് സെക്ഷൻ. അപ്പം ഇത് പല ഇതുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നാളെ ത്രില്ലർ എഴുതി, ഇപ്പോൾ ത്രില്ലർ മൂവി നിങ്ങൾക്കറിയാം, ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ത്രില്ലർ മൂവി ആർട്ടിസ്റ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ഓടിയിട്ടുണ്ട്, ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലെങ്കിൽ ആ പടം ഓടിയിട്ടില്ല.
ഇത് തന്നെയാണ് ബയോപിക്. സോ ബയോപിക് നിങ്ങൾ എടുക്കാൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ചരിത്ര സിനിമ എടുക്കാൻ ഇറങ്ങുന്നു. ചരിത്ര സിനിമ എടുക്കാൻ ഇറങ്ങുമ്പം നിങ്ങളിപ്പോൾ മണിരത്നത്തിനെ വെച്ചിട്ടാണ് ചരിത്ര സിനിമ എടുക്കാൻ ഇറങ്ങുമ്പം ദർ ഇസ് എ ബിസിനസ് ടു ഇറ്റ്, റൈറ്റ്? ഒരു ബിസിനസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദ ബഡ്ജറ്റ് ഇസ് കൺട്രോൾ സോ ദാറ്റ് യു ക്യാൻ അച്ചീവ് ബാക്ക് ദ ബിസിനസ്. ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ ഒരു കാരണവശാലും നിങ്ങൾ മൂവി എടുക്കരുതെന്നോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് എടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ആ റിസ്ക് നോക്കി എടുക്കുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു വിചാരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പല പടങ്ങളും ഡിസ്കഷനിലുണ്ടാവും. ഡയറക്ടേഴ്സിൻ്റെ ഒന്നും വൈറ്റ് ധരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. My intention is to, and for the directors and the producers to understand what is the risk, how to mitigate the risk, എങ്ങനെ നിങ്ങൾക്ക് മൂവി എടുക്കാം. പിന്നെ ലോ ബഡ്ജറ്റ് ലോ വാല്യൂ മൂവി, അതായത് ലോ ബഡ്ജറ്റ്, ചില ആൾക്കാർ പറയും 50 ലക്ഷം രൂപയ്ക്ക് മൂവി എടുക്കാമെന്ന്. 50 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ എടുക്കുന്ന മൂവിക്ക് ആ ക്വാളിറ്റിയെ കാണത്തുള്ളൂ. വല്ലപ്പോഴും വന്നിട്ട് ഒരു പടം ഹിറ്റാവും. 100 പടം എടുക്കുമ്പം ലോ ബഡ്ജറ്റ് ലോ ക്വാളിറ്റി മൂവി ഒരെണ്ണം ചിലപ്പോൾ ഹിറ്റാവും. പക്ഷെ അത് വെച്ച് 99 എണ്ണത്തിന് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. Because when you are coming into the industry, you have to make sure that you don't lose your money. Especially working class population ഒക്കെയാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ബിസിനസ്സുകാരായാലും വർക്കിംഗ് ആയാലും, end of the day money is money, right? So my intention to tell you is that be careful. ചെറിയ പടങ്ങൾ എടുക്കാതിരിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യാം. എല്ലാ ആർട്ടിസ്റ്റിനും നിങ്ങൾക്ക് നായകനാകാൻ പറ്റില്ലല്ലോ. ദ സെയിം വേ. സോ എൻ്റെ സജഷൻ ഇത്രയേ ഉള്ളൂ. വാട്ട് എവർ യു ഡു, നിങ്ങൾ ബയോപിക് എടുത്താലും ത്രില്ലർ എടുത്താലും ഹൊറർ എടുത്താലും റിയലിസ്റ്റിക് മൂവി എടുത്താലും എല്ലാ ബിസിനസ് വശങ്ങളും കണ്ടിട്ട് ചാടിപ്പുറപ്പെടുക. പടം പൊട്ടിയതിന് ശേഷം ഡയറക്ടർ അങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഒരു കാര്യമില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ ദ പ്രൊഡ്യൂസർ ഇസ് ഗോണ ലൂസ്. സോ അതിനെക്കുറിച്ച് ഞാൻ കവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സിനിമയിൽ റിസ്കിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ള കാര്യം, റിസ്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് എന്തിനാണ് റിസ്കിനെ കുറിച്ച് സംസാരിക്കുന്നത്? സിനിമ ഈസ് എ റിസ്കി ബിസിനസ്, അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്നൊരു മൂവി കമ്പനി നമ്മൾ ലിസ്റ്റ് ചെയ്താൽ, ബിക്കോസ് ഓഫ് ദ റിസ്ക് എക്സ് ഫാക്ടർ ഇൻ ടു ഇറ്റ്, ദാറ്റ് കമ്പനി ലിസ്റ്റ് ചെയ്ത കമ്പനികളുണ്ട് ഇവിടെ, ബട്ട് ദേ ആർ നോട്ട് ഡൂയിങ് ഗുഡ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഒന്നുമില്ലാതായി പോകും. സോ റിസ്ക് റിവാർഡുണ്ട്. റിസ്ക് എടുക്കുമ്പോൾ റിവാർഡും ഉണ്ടാകും തീർച്ചയായിട്ടും. നിങ്ങളൊരു ഒരു ഒരു പ്ലാൻ ചെയ്തൊരു മൂവി ചെയ്ത് അത് ഹിറ്റ് അടിച്ച് കഴിയുമ്പം അതിന് റിവാർഡും വലുതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം പ്രേമലു ഇറങ്ങിയിട്ടുണ്ട്, മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്രേമലു പോലൊരു മൂവി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടി നടന്ന് പ്രേമലു പോലൊരു മൂവി ചെയ്താൽ ഓടണമെന്നില്ല, 1 or 2 പടം ഓടും. അത് കഴിയുമ്പം ഫ്ലോപ്പോ. ഈ എവറി ടൈം ഇൻഡസ്ട്രിക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൂവി ഹിറ്റ് ആകുമ്പം അതിൻ്റെ വാല് പിടിച്ച് കുറേ സബ്ജക്റ്റുകൾ എല്ലാവരും കൂടെ അടിച്ചു കൂട്ടും. അങ്ങനെയാണ് ഈ കണ്ടന്റ് ക്വാളിറ്റി നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ പുലിമുരുകൻ ഹിറ്റ് ആയപ്പം കുറേ പേര് ഇൻഡസ്ട്രിയിലേക്ക് വന്നു, കുറേ പടങ്ങളൊക്കെ അവർ ചെയ്തു, കുറേ പടങ്ങൾ ഫ്ലോപ്പായി, അവരതിൻ്റെ വഴിക്ക് പോയി. OTT ബിസിനസ് വന്ന സമയത്ത് കുറേ പേര് OTT എന്നും പറഞ്ഞൊരു ചാടി. എനിക്കറിയാവുന്ന ഒരു നടൻ്റെ 13 പടമാണ് തിയേറ്ററിൽ ഇറക്കാൻ പറ്റാതെയും ബിസിനസ് ചെയ്യാൻ പറ്റാതെയും ഇരിക്കുന്നത്. OTT സമയത്ത് എടുത്ത ഒരു ക്വാളിറ്റിയും ഇല്ല. തട്ടിക്കൂട്ടി പടം എടുത്തു, പ്രൊഡ്യൂസറിനെ എങ്ങനെ ചാക്കിട്ട് കൊണ്ടുവന്ന് പടം എടുത്തു, 13 പടത്തോളം പെട്ടിക്കാതിരിക്കുവാണ്. വിൽക്കാൻ പറ്റില്ല. കാരണം OTT സമയത്തിന് വേണ്ടി എടുത്ത് ഒരു മുറിയിലൊക്കെ നടക്കുന്ന സംഭവമാണ് എടുത്തു വെച്ചേക്കുന്നത്. അതിനിപ്പം സെയിലബിൾ വാല്യൂ ഇല്ല, OTT-കാരെടുക്കുന്നില്ല, തിയേറ്ററിൽ ഇറക്കിയാൽ ഓടില്ല, തിയേറ്ററിൽ ഇറക്കുന്ന പൈസ ലോസാണ്. അപ്പം അത് ട്രെൻഡ് അനുസരിച്ച് എടുക്കുകയെന്ന് പറയും. പക്ഷേ ട്രെൻഡ് അനുസരിച്ച് എടുക്കുകയെന്ന് പറയുമ്പം ഡിറ്റോ കോപ്പി കട്ട് ചെയ്ത് ഇത് ചാടി പുറപ്പെടരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പ്രേമലു ഓടി എന്നും പറഞ്ഞുകൊണ്ട് പ്രേമലു പോലെ വേറൊരു സബ്ജക്റ്റ് എടുത്താൽ ഓടണമെന്നില്ല. സോ ദർ ഇസ് ഓൾവേസ് എ റിസ്ക് ടു ഇറ്റ്. സോ അത് നിങ്ങൾ നോക്കിയും കണ്ട് ചെയ്യുക. ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യുമ്പം ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്ടറിനെ ചൂസ് ചെയ്യുമ്പം കെയർഫുൾ ആവണം. അതിനെക്കുറിച്ച് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് അത് ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടാവും എന്നുള്ള രീതിയിൽ. അതായത് ഏതൊരു ഫീൽഡിലായാലും നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റാഫിനെ ചൂസ് ചെയ്യുന്നത്. ഒരു കമ്പനി ഒരു സ്റ്റാഫിനെ ചൂസ് ചെയ്യുമ്പം ഒരു റെസ്യൂമെ അയച്ചു കൊടുക്കും, അത് നമ്മൾ വായിച്ചു നോക്കും. പുള്ളി ഇതിനു മുമ്പ് ചെയ്ത കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും, അവർ ചിലപ്പം വിളിച്ചു ചോദിക്കും. ഇതൊക്കെ ഒരു നോർമൽ പ്രൊസീജിയറാണ്. ഈ ഡയറക്ടറിൻ്റെ മേളിൽ ഇത്രയും കോടി രൂപ ഒരു പ്രൊഡ്യൂസർ മുടക്കുമ്പം ഒരു ചെക്സ് ആൻഡ് ബാലൻസസും ഇല്ലാതെ ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതിനകത്ത് ഒരു 100 ഡയറക്ടേഴ്സ് വരുന്നതിന് ഒരാൾക്കായിരിക്കും ശരിക്കും ക്രിയേറ്റീവ് കഴിവുള്ളത്. ക്രിയേറ്റീവ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനു മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ടെക്നിക്കൽ ആസ് വെൽ ആസ് ക്രിയേറ്റീവ്. ഈ ക്രിയേറ്റീവ് കഴിവുള്ളത് ഒരാൾക്കായിരിക്കും. നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും ഇവന് കഴിവുണ്ടോ? സോ വാട്ട് വി നോർമലി ഡു ഇസ് ദാറ്റ് വി ഗോ ബാക്ക് ആൻഡ് ചെക്ക് ഹിസ്
കണ്ടൻസ്, അതായത് ആരുടെ കൂടെ വർക്ക് ചെയ്തു, എത്ര നാൾ എത്ര പടത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റൻ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇതിനു മുമ്പ് മ്യൂസിക് വീഡിയോസ് ചെയ്തിട്ടുണ്ടോ, ആ മ്യൂസിക് വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം ഇതിന് പാട്ടിൻ്റെ സെൻസ് ഉണ്ടോ, അതായത് ആ ഡയറക്ടറിന് മ്യൂസിക്കിൻ്റെ സെൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഡയറക്ടറിൻ്റെ പെഡിഗ്രി, അതായത് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നത്. അത് ആ ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ വരും. ഓക്കെ, ഞാൻ ഏൽപ്പിച്ചേക്ക് നമുക്ക് പണി അറിയാം, പിന്നെ ബാക്കിയുള്ളത് ഗൈഡൻസും ബാക്കിയുള്ള കാര്യം കൊടുത്താൽ മതി എന്നുള്ളൊരു വിശ്വാസം. അപ്പം ആ ചെക്സ് ആൻഡ് ബാലൻസസ് ഡയറക്ടറിനെ കുറിച്ച് ഡെഫിനറ്റ് ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് ചെയ്യണം. ഇത് തന്നെ ഡയറക്ടർ പ്രൊഡ്യൂസറിനെയും കുറിച്ചും ചെയ്യണം. കാരണം ആർട്ടിസ്റ്റ് ചെയ്യാറുണ്ട്, പല വമ്പൻ ഫ്ലോപ്പ് അടിച്ച പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പ് കൊടുക്കുന്ന പ്രൊഡ്യൂസേഴ്സിനൊന്നും ആർട്ടിസ്റ്റ് ഡേറ്റ് കൊടുക്കത്തില്ല. ബിക്കോസ് കാശ് കിട്ടുന്നത് മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റ് ഒരു പരിധിക്കപ്പുറം വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടുന്ന സസ്റ്റൈനബിലിറ്റിയാണ്. ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം തിയേറ്ററിക്കൽ കളക്ഷൻ, സാറ്റലൈറ്റ് OTT ബിസിനസ്, ഇതൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റ് നോക്കുന്നത്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനടുത്ത് എത്ര കാശും കൊണ്ട് ഒരു 10-12 പടം ഫ്ലോപ്പായ ഒരു പ്രൊഡ്യൂസർ പോയാൽ ഡേറ്റ് കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ആർട്ടിസ്റ്റിന് അത്ര ഗതികെട്ട് നിൽക്കുന്ന സമയമായിരിക്കണം, വല്ല വസ്തു കച്ചവടം വല്ലതും വന്ന്, അല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന സമയമായിരിക്കും, ഒരാൾ വന്നിട്ട് 1 CR തന്നേക്കാം എൻ്റെ പടത്തിൽ വന്ന് അഭിനയിക്കാൻ പറഞ്ഞാൽ ആർട്ടിസ്റ്റ് പോയി അഭിനയിക്കും. ചില ആർട്ടിസ്റ്റുകൾ അവാർഡ് സിനിമയ്ക്ക്, അതായത് നോൺ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് കോൺട്രാക്ട് എഴുതി വെക്കും, ആ പടം തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പാടില്ല. കാരണം തിയേറ്ററിൽ റിലീസ് ചെയ്താൽ പുള്ളിയുടെ കരിയറിന് അത് വലിയ ഇഷ്യൂ ഉണ്ടാക്കും, നോൺ കൊമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ. പിന്നെ അവാർഡ് മാത്രം നോക്കി ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റ് സർട്ടൻ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആർട്ടിസ്റ്റുകൾ പറയും എനിക്ക് ഇന്ന പടം ചെയ്യണം, ഒരു അവാർഡ് വേണം എന്നും പറഞ്ഞുകൊണ്ട് അവാർഡിന് ഡേറ്റ് കൊടുക്കും, പൈസയൊക്കെ താത്തു കൊടുത്തു. പക്ഷെ അന്നേരം കഴിവുള്ള ഡയറക്ടറും കഴിവുള്ള ആൾക്കാർക്കും പുള്ളി അത് ചെയ്യത്തുള്ളൂ. സോ ദിസ് ഇസ് സെയിം തിങ് അബൌട്ട് ചൂസിങ് എ ഡയറക്ടർ. സോ ചൂസ് വൈസ്ലി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. വേറെ ആളെഴുതി ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ഇതെല്ലാം എൻ്റെ രഹസ്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പടം പിടിക്കാൻ പറ്റത്തില്ലേ, മറ്റേ സീക്രട്ടൊക്കെ ഔട്ട് ആവത്തില്ല. ഞാൻ എൻ്റെ എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യം വെച്ചാൽ ഈ ഐഡിയ നല്ലതാണ്, എല്ലാവർക്കും ഒരുപാട് ഐഡിയകളുണ്ട്. ഐഡിയയിലല്ല കഥ, എക്സിക്യൂഷനിലാണ് കഥ ഇരിക്കുന്നത്. നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുക. എൻ്റെ ഉദ്ദേശം, നിങ്ങളെ ഇപ്പോൾ പുതിയൊരു പ്രൊഡ്യൂസർ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റെ ഈ വീഡിയോ കണ്ട് പുതിയൊരു പ്രൊഡ്യൂസർ ഇൻഡസ്ട്രിയിലേക്ക് വരുമോ, ഒരു കോ പ്രൊഡക്ഷൻ വരുമോ, എന്ത് വന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുക. ഞാൻ ഈ പറയുന്ന വീഡിയോസിൽ ഞാൻ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പേര് സ്ക്രിപ്റ്റിനെ കുറിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു ഇതുവരെ അവരെ സ്ക്രിപ്റ്റിനെ ഇങ്ങനെ നോക്കി കണ്ടിട്ടില്ല എന്ന്. എസ്പെഷ്യലി ഡെബ്യൂക്കാർ, വളരെ നല്ലത്, നിങ്ങൾ അങ്ങനെ സ്ക്രിപ്റ്റിനെ നോക്കി കാണണം. അങ്ങനെ നോക്കി കാണുമ്പോൾ എല്ലാ സിനിമയും ഇവിടെ ഓടണം. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇപ്പോൾ ഞാൻ പടം പിടിച്ചാലും വേറൊരാൾ പടം പിടിച്ചാലും എൻഡ് ഓഫ് ദ ഡേ യു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, എവ്രിബഡി ഹാസ് എ പീസ് ഓഫ് കേക്ക് ഇൻ ദ വേൾഡ്. എല്ലാ നെൽമണിയിലും അത് കഴിക്കേണ്ടവൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പടം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരാൾ പടം ചെയ്തുകൊണ്ട് എൻ്റെ പീസ് ഓഫ് കേക്ക് പോവില്ല. ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി വളരണം, ഇവിടെ എല്ലാ പടങ്ങളും ഓടണം, കണ്ടന്റ് ക്വാളിറ്റി വേണം. മലയാളം ഇൻഡസ്ട്രീനെ കുറിച്ച് പുറത്തേക്ക് അറിയുന്നതും ഇൻഡസ്ട്രിക്കകത്ത് അറിയേണ്ടതും കണ്ടന്റ് ക്വാളിറ്റിനെ കുറിച്ചാണ്. ഈ കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ എല്ലാ പടവും ഓടും, പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് പടം കണ്ടിരിക്കും. ഒന്നും വേണ്ട, നിങ്ങൾ കഴിഞ്ഞ 3 പടങ്ങൾ, ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഈ 3 പടങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. 3 പടവും കൂടെ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടിക്ക് മുകളിൽ ഗ്രോസ് വന്ന് കാണും. സോ ഇമാജിൻ, 100 കോടി രൂപ നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ പടത്തിന് മുടക്കാൻ കാശുണ്ടായിട്ടല്ലേ. ബിക്കോസ് ദേ ആർ റെഡി ടു എക്സ്പെൻസ് ഇറ്റ് ഫോർ കണ്ടന്റ് ക്വാളിറ്റി. ആ കണ്ടന്റ് ക്വാളിറ്റി വരുമ്പം, ഒരു മൂവി ഹിറ്റ് ആകുമ്പം അതിൻ്റെ ഒരു യുഫോറിയ ഉണ്ട്. ആ യുഫോറിയ വിൽ ക്യാരി ഓൺ ഫോർ ദ നെക്സ്റ്റ് മൂവി. എല്ലാ മൂവിയും ഇവിടെ ഓടണം. കണ്ടന്റ് ക്വാളിറ്റിയിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എഡ്യൂക്കേഷൻ പർപ്പസ് ആണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറയേണ്ടത്, തട്ടിക്കൂട്ടി പടം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസറിനെ ചാക്കിട്ട് കൊണ്ടുവന്ന് പടം എടുക്കാതിരിക്കുക. നിങ്ങളുടെ ആദ്യത്തെ പടം, എസ്പെഷ്യലി ഡെബ്യൂക്കാരുടെ അടുത്ത് ഞാൻ പറയുക, നിങ്ങളുടെ ആദ്യത്തെ പടവും 2ാമത്തെ പടവും 3ാമത്തെ പടവും എല്ലാ പടവും ഓടണം. തീരെ മോശപ്പെട്ട ഒരു അഭിപ്രായം വരാൻ പാടില്ല. ചിലപ്പം പടം തിയേറ്ററിൽ ചിലപ്പം പടം വർക്കൗട്ട് ആവാതിരിക്കാം, പക്ഷെ അതിനൊരു ക്വാളിറ്റി വേണം. ചില പടങ്ങളിൽ തിയേറ്ററിൽ വർക്കായിട്ടില്ലെങ്കിലും OTTയിൽ വരുമ്പം ഭയങ്കര അഭിപ്രായമായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ അന്വേഷിപ്പിങ് കണ്ടെത്തും, അത് തിയേറ്ററിൽ അതിൻ്റെ റോങ് ടൈം ഓഫ് റിലീസായിരുന്നു. ആ റിലീസിൻ്റെ ടൈം ഒന്ന് സ്ലോട്ട് ഒന്ന് മാറ്റിയിട്ടിരുന്നെങ്കിൽ ആ പടം ഒരു 50 crore മേളിൽ കളക്ട് ചെയ്യേണ്ട ഒരു പടമാണ്.
OTT വന്നപ്പം അമേസിങ് അഭിപ്രായമാണ്. ഞാൻ ആ പടം കണ്ടിരുന്നു. അമേസിങ് പടമാണ്. എസ്പെഷ്യലി അതിൻ്റെ എനിക്ക് പറയാനുള്ള ടൊവിനോയാണ്. ടൊവിനോ ആസ് ആക്ടഡ് എക്സ്ട്രീംലി വെൽ. എസ്പെഷ്യലി ആ SIയുടെ റോള് ചെയ്യുന്ന പോർഷൻസിൽ, പോലീസ് സ്റ്റേഷനിലെ സീൻസിലൊക്കെ ആണെങ്കിൽ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഹി അഡാപ്റ്റഡ്. അവിടെ നമുക്ക് ടൊവിനോ എന്ന സ്റ്റാറിനെ നമുക്ക് കാണാൻ പറ്റില്ല, ടൊവിനോ എന്ന ആക്ടറിനെ കാണാം. ബിക്കോസ് ഹിസ് ബോഡി ലാംഗ്വേജ് ഫിറ്റ്സ് ഇൻ വിത്ത് ആൻ അണ്ടർഡോഗ് SI. അതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യയിലെ നമ്പർ 1 ട്രെൻഡിങ് കണ്ടൻ്റാണ് അന്വേഷിപ്പിങ് കണ്ടെത്തും. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ദയവായി പോയി കാണുക. ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ്, തിരുവനന്തപുരത്തുള്ള ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് പോയി അതിൻ്റെ ഒരു അഡ്വൈസ് ചോദിച്ചുകൊണ്ടൊരു മെയിലുണ്ടായിരുന്നു. ആ പടത്തിനെ കുറിച്ച് എനിക്കറിയാവുന്നതാണ്. ആ പടം നിന്ന് പോയിട്ട് ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ആ പടത്തിനെ കുറിച്ച് അറിയാവുന്നതാണ്. കാരണം പറഞ്ഞാൽ എനിക്കറിയാവുന്ന ആൾക്കാരാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതൊക്കെ. പേഴ്സണലി വളരെ അടുത്ത ബന്ധമുള്ള. ആ പടത്തിൻ്റെ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾ പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു, പ്രൊഡ്യൂസർ ആയിരിക്കണം. ആ പടത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. ഈ കലയ്ക്കകത്ത് നിങ്ങൾ വേറെ സാധനങ്ങൾ മിക്സ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. കർമ്മം തിരിച്ചു വരും. കർമ്മ ആ മൂവിയുടെ ഷൂട്ടിംഗ് വെച്ചിട്ട് തിരുവനന്തപുരത്ത് എനിക്കറിയാം. മൂവിയുടെ ഷൂട്ടിംഗ് വെച്ചിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത്. സന്ധ്യ ആയി കഴിഞ്ഞാൽ 6 മണിക്ക് സെറ്റ് ചെയ്തിരുന്ന് വെള്ളം അടിക്കുക. ഈ 6 മണിക്ക് വെള്ളം അടിച്ച് ഇപ്പോൾ ആർട്ടിസ്റ്റിനെ പ്രൊഡ്യൂസർ ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അളിയനോ കൂട്ടുകാരോ ആരൊക്കെയാണ് ഇപ്പോൾ പടം ഏൽപ്പിച്ചത്. പ്രൊഡ്യൂസർ പുറത്തുള്ള പ്രൊഡ്യൂസറാണ്. അളിയനെയോ കൂട്ടുകാരനെയോ ഒക്കെ പടം ഏൽപ്പിച്ചു. അവർക്ക് ഇൻഡസ്ട്രീനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇൻഡസ്ട്രീനെ കുറിച്ച് ഒന്നും അറിയാത്ത അളിയനെ പടം ഏൽപ്പിച്ചിട്ട് അളിയൻ എന്ത് ചെയ്യാനാണ്? അളിയൻ വൈകുന്നേരം ആകുമ്പോൾ 6 മണി കഴിയുമ്പോൾ അളിയൻ ഇരുന്നിട്ട് ഷൂട്ടിങ്ങിന് വന്ന ആർട്ടിസ്റ്റിനെ ഇരുത്തി വെള്ളം അടിക്കുക. ഈ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അപ്പം 9:30 വരെ ഷൂട്ടുള്ളപ്പം ഡയറക്ടർ എന്ത് ചെയ്യും? ഡയറക്ടർ മേപ്പോട്ട് നോക്കിയിരിക്കും. കാരണം ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസറിൻ്റെ അളിയൻ്റെ കൂടെ ഇരുന്ന് വെള്ളം അടിക്കുന്നു. ആ അളിയനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇതൊന്നും മുമ്പോട്ട് പോവില്ല. അത് ഷൂട്ടിംഗ് ഡേയ്സ് കൂടി, ഷൂട്ടിംഗ് കോസ്റ്റ് കൂടി. പകുതി എടുത്തപ്പോഴത്തെ, അതായത് പറയുന്നത് 40% പടം എടുത്തപ്പം തന്നെ അതിൻ്റെ ബഡ്ജറ്റ് തീർന്നു. പിന്നെ ഇനി ബാക്കി എടുക്കണമെങ്കിൽ 40% എടുത്തിട്ടുള്ളൂ. അതായത് 60% ഇനി എടുക്കണമെങ്കിൽ അത്രയും തന്നെ ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ വേണം. അതായത് 4 കോടിക്ക് എടുക്കാനിരുന്ന പടം ഫസ്റ്റ് 40% എടുത്തപ്പോൾ 4 കോടി രൂപയായി. ഈ 4 കോടി രൂപ എങ്ങനെയാണ്? വൈകുന്നേരം നിങ്ങൾ മറ്റേ ബിരിയാണി ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ കുഴിമന്തി ഓർഡർ ചെയ്ത് വെള്ളം അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഈ കോസ്റ്റൊക്കെ എവിടെ നിന്ന് പോകും? ഒരു ബോട്ടിൽ വിസ്കിയും മേടിച്ച് ഒരു ഇതും മേടിച്ചിട്ട് നിങ്ങൾ വെള്ളം അടിക്കുന്നു. വെള്ളം അടിക്കുമ്പോൾ എത്ര രൂപ കോസ്റ്റ് ആവും? ഒരു 3000 രൂപ, 4000 രൂപ, അല്ലെങ്കിൽ ഒരു 5000 രൂപ ഒരു ദിവസം കോസ്റ്റായി. ഒരു 30 ദിവസം ആകുമ്പോഴത്തേക്കിന് എത്ര രൂപ കോസ്റ്റ് ആവും? 1.5 ലക്ഷം രൂപ വെള്ളം അടിക്കുക തന്നെ കോസ്റ്റ് ആവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അപ്പം വന്നേക്കുന്ന കോൾ ഷീറ്റ് എടുത്ത് വന്നേക്കുന്ന ആർട്ടിസ്റ്റ് അളിയൻ്റെ കൂടെ ഇരുന്ന് വെള്ളം അടിക്കുന്നു. ഈ അളിയൻ്റെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ച് ആർട്ടിസ്റ്റ് എൻജോയ് ചെയ്ത് ഒരു റൂമിൽ പോയി കിടക്കും. പക്ഷെ 6 മുതൽ 9 മണി വരെയുള്ള 9:30 വരെയുള്ള ഷൂട്ടോ അതാര് ചെയ്യും? ഓഫ് കോഴ്സ് നമ്പർ ഓഫ് ഡേയ്സ് ജമ്പ് ചെയ്യും, പ്രൊഡക്ഷൻ കോസ്റ്റ് ജമ്പ് ചെയ്യും, എല്ലാം ജമ്പ് ചെയ്യും. 1.5 വർഷത്തോളം മേളിലായി ഷൂട്ട് നിന്നും ഇരിക്കുമല്ലേ. അങ്ങനെയുള്ള പ്രൊജക്റ്റിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഇനി ആ പടം ചെയ്യരുത് എന്നുള്ളതാണ്. പടം നിങ്ങൾ നിർത്തി വെക്കുക. ആ പോയ പൈസ പോയി എന്ന് കരുതുക. ഇനിയും നിങ്ങൾക്ക് അത്രയും തന്നെ പൈസ, അതായത് 4 കോടി രൂപയ്ക്ക് നിങ്ങൾ ഇനി മുടക്കി ആ പടം ചെയ്ത് ആ പടം ഇറങ്ങിയാൽ പോലും അതിൻ്റെ റിസ്ക് 4 കോടി രൂപയാണ്. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് 4 കോടിക്ക് നിങ്ങളൊരു പടം എടുക്കാൻ ഇറങ്ങി, 40% ഷൂട്ട് ചെയ്തപ്പോൾ 4 കോടി രൂപയായി. ഇനിയും 60% ഷൂട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിങ്ങും ചെയ്ത് നിങ്ങൾ ഈ പടം പുറത്തേക്ക് ഇറക്കണമെങ്കിൽ യു ആർ ടോക്കിംഗ് അനദർ 5-6 crore എന്ന് പറഞ്ഞാൽ ആ പടം ഇറങ്ങുമ്പം 10 കോടി രൂപ എക്സ്പെൻസ് ആവും. 10 കോടി ഇല്ലാതെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അടക്കം മാർക്കറ്റിംഗ് അടക്കം ചെയ്ത് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റില്ല. ആ നടൻ്റെ വാല്യൂ, ആ നടൻ്റെ കഴിഞ്ഞ പടത്തിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നടന്നേക്കുന്നത് 2.5-3 രൂപ റേഞ്ചിനാണ് നടന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കുക. ആ പടം കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങളിനി 6 കോടി രൂപ ഇറക്കാനുണ്ടെങ്കിൽ 6 കോടിക്ക് പുതിയൊരു പടം എടുക്കുക. പുതിയൊരു പടം എടുത്ത് ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി തന്നെ സംസാരിക്കുക. ആർട്ടിസ്റ്റ് ഈ വെള്ളമടിക്കൊന്നും കൂടെ നിന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. വന്ന ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത്. അത് മെയിൻ ആർട്ടിസ്റ്റ് ഒന്നും ഇത് ചെയ്യില്ല. ഈ സിനിമയ്ക്ക് ഗുരുത്വമുള്ള ഒരു ആർട്ടിസ്റ്റും വന്നിട്ട് ഈ പരിപാടി ഒന്നും ചെയ്യില്ല. പിന്നെ അളിയനെയും കൂട്ടുകാരനെയും ഒന്നും പടം ഏൽപ്പിക്കാതിരിക്കുക.
കാരണം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെ, മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പടം ഏൽപ്പിക്കുക. നിങ്ങൾ ഈ വലിയ വണ്ടിയും കൊണ്ട് സെറ്റ് വരിക, അല്ലെങ്കിൽ BMW കൊണ്ട് അളിയൻ BMW എടുത്തുകൊണ്ട് സെറ്റ് വരിക, മറ്റേ ഷോ ഓഫ് കാണിക്കുക, ഇതൊന്നും സിനിമയിൽ ആവശ്യമില്ല. സിനിമ ഈസ് ലൈക്ക് എനി അതർ ഫീൽഡ്. നിങ്ങൾക്കൊരു പ്രൊജക്റ്റാണ്, ആ പ്രൊജക്റ്റ് എത്രയും ഷോർട്ടർ ടൈമിൽ ചെയ്ത് നീറ്റായിട്ട് ചെയ്തെടുത്ത് എല്ലാവരുടെയും പൈസ കൊടുത്ത് നിങ്ങളത് റിലീസ് ചെയ്തെടുക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പടം നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുക, അത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക, എന്നിട്ട് ആ പടം ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ 6 കോടി രൂപയോ 4 കോടി രൂപയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു 4 കോടി രൂപയ്ക്ക് ഫ്രഷ് ആയിട്ടൊരു പടം ചെയ്യുക. പക്ഷെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള പടം ചെയ്യുക, നല്ല ആൾക്കാരെ ഏൽപ്പിക്കുക. കാരണം നിങ്ങൾക്ക് പാഷൻ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ വന്നേക്കുന്നത്. ഈ 1.5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ പടത്തിനകത്ത് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് മരിച്ചു പോവുകയോ ചെയ്തു. നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആ പോർഷൻസ് റീഷൂട്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അത് റീഷൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള തൊല്ലയ്ക്കൊന്നും പോകാതിരിക്കുക. പിന്നെ ഈ 1.5 വർഷം എന്നൊക്കെ പറയുമ്പം പടം ഇറങ്ങുമ്പം ഇനി നിങ്ങൾ ഷൂട്ട് ചെയ്ത് പടം ഇറക്കാൻ പോയി കഴിഞ്ഞാൽ 2-2.5 വർഷമാവും. ഇതിൻ്റെ ഒന്നും അപ്പോഴത്തേക്കിന് ആർട്ടിസ്റ്റിൻ്റെ അറിയത്തില്ല, നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ സിറ്റുവേഷൻ, അവരുടെ ഏജിങ് പ്രോസസ്സ്, അതൊന്നും നമുക്കറിയില്ല. ചേഞ്ച് ഓവർ വരുമോ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി റിസ്ക് എടുക്കാതിരിക്കുക. ഇനി നിങ്ങൾ ആ പടത്തിൽ മുടക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ലാഭം. അതങ്ങനെ ഡ്രോപ്പ് ചെയ്യുക, അറിയിക്കേണ്ടവരെ എല്ലാം അറിയിക്കുക. എന്നിട്ട് അളിയനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഫീൽഡിൽ റൺ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഷോർട്ടർ ടൈമിൽ 4 CR നിങ്ങൾ വേറൊരു പടം ചെയ്യുക. ഇതാണ് എൻ്റെ അഡ്വൈസ്. ഇതൊരു ടഫ് അഡ്വൈസ് ആണെന്നറിയാം, പക്ഷേ ഇഫ് യു വാണ്ട് ടു മേക്ക് മണി, ദിസ് ഈസ് ദ ബെസ്റ്റ് അഡ്വൈസ് ഐ എം ട്രൈങ് ടു ഗീവ്. അതിന് ഒരു ഇമോഷൻ അറ്റാച്ച്മെൻറ്റും ആ പടത്തിനോട് കാണിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ആ പടം നിങ്ങൾ ചെയ്താലും 10 കോടി രൂപയ്ക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 4-5 CR. അതായത് നിങ്ങളുടെ മെനക്കേടും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത്. എനിവേ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എന്താ കോൺട്രാക്ട്, അതായത് ഈ ഡയറക്ടേഴ്സ് കോൺട്രാക്ട്, ബാക്കിയുള്ള കോൺട്രാക്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു മെയിലുണ്ടായിരുന്നു. ഇല്ല, ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് ഞങ്ങളുടെ ഡയറക്ടേഴ്സ് കോൺട്രാക്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ വലിയ കാശ് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചൊരു സാധനമാണ്. പിന്നെ ആർട്ടിസ്റ്റ് കോൺട്രാക്ട്, ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് കോൺട്രാക്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് കിട്ടും. അമ്മ അപ്രൂവ് ചെയ്ത കോൺട്രാക്ട് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അമ്മ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആൾക്കാരാണ് അത് സൈൻ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ അമ്മ അസോസിയേഷൻ്റെ പേരിലുള്ള ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് കോൺട്രാക്റ്റായി മാറും. ആർട്ടിസ്റ്റ് കോൺട്രാക്ട്, ടെക്നീഷ്യൻ കോൺട്രാക്റ്റും പ്രൊഡ്യൂസർ അസോസിയേഷൻ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഫെഫ്കെന്ന് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൺട്രോളറിന്, ഫെഫ്ക പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിലും മാക്ട പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ആ കോൺട്രാക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 2 പേജ് കോൺട്രാക്റ്റാണ്, വലിയ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഒന്നുമില്ല. ബട്ട് ദാറ്റ്സ് ഫെയർ ഇനഫ്. ഇറ്റ്സ് നോട്ട് എ മുംബൈ കോൺട്രാക്ട്. മുംബൈയിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഉള്ളത്. ആ കോൺട്രാക്റ്റ് അല്ല, ബട്ട് ഇറ്റ്സ് ഫെയർ ഇനഫ്. നമ്മുടെ അസോസിയേഷൻസ് എല്ലാം അംഗീകരിച്ചതാണ്. ആ കോൺട്രാക്റ്റുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. പിന്നെ ഡയറക്ടേഴ്സ് കോൺട്രാക്റ്റ് എഴുതാൻ അറിയുന്ന വക്കീലന്മാരൊന്നും ഇവിടെ കുറവാണ് കേരളത്തിൽ. അത് സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് നിങ്ങൾ ആ ഡയറക്ടേഴ്സ് കോൺട്രാക്റ്റ് എഴുതിയെടുക്കുക. പിന്നെ ഡയറക്ടേഴ്സ് കോൺട്രാക്ട് പ്രൊഡക്ഷൻ കൺട്രോളറുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നേരത്തെ വർക്ക് ചെയ്ത പടത്തിൻ്റെ ഡയറക്ടേഴ്സ് കോൺട്രാക്ട് തരും. അത് വെച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്ലോസസ് ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ഈസി ടു ഡു. ഇറ്റ് ക്യാൻ ബി ഗെറ്റ് ഡൺ ഇഫ് യു ഹാവ് എ പ്രോപ്പർ പ്രൊഡക്ഷൻ കൺട്രോളർ അസോസിയേറ്റഡ് വിത്ത് ദി മൂവി. സോ ഐ ബിലീവ് ദാറ്റ് ഐ ഹാവ് ആൻസർഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. കോപ്രൊഡക്ഷൻ്റെ മെയിലാണ്, കാനഡയിൽ നിന്ന് വന്നൊരു മെയിലാണ്. എനിക്ക് നിങ്ങൾ പറയുന്ന സബ്ജക്ട്സ് കുറിച്ച് അറിയാം. അത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന ആളിനെയും എനിക്കറിയാം. എനിക്ക് ഒറ്റ കാര്യമേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ഇത് വീഡിയോ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കാൻ വേണ്ടി. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ 6-7 വർഷമായിട്ട് എല്ലാ 2 വർഷം കൂടി ഇരിക്കുമ്പം നിങ്ങളൊരു പടം ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസർ വേറെ ആളാണ്, കാനഡ US സെറ്റിൽഡ് ആണ്, ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ കഴിഞ്ഞ 3-4 പടം ചെയ്ത് ഈ 4 പടവും ഫ്ലോപ്പാണ്. എന്തുകൊണ്ട് ഫ്ലോപ്പ് ആണെന്ന് വെച്ചാൽ ഓവർ ബഡ്ജറ്റ്. പ്രധാന വില്ലൻ ഓവർ ബഡ്ജറ്റ്. ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്തതല്ല നിങ്ങളുടെ പടത്തിൻ്റെ പ്രശ്നം. എല്ലാ പടങ്ങൾക്കും നല്ല ആർട്ടിസ്റ്റാണ്. നിങ്ങൾ 3 വർഷം മുമ്പ്, 4 വർഷം കോവിഡിന് മുമ്പ് ചെയ്ത പടം ഇവിടുത്തെ Tier 1 നടൻ അഭിനയിച്ച പടമാണ്. പക്ഷെ അതിനകത്ത് നിങ്ങളുടെ ലോസ് 1.5 കോടി രൂപയാണെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ പ്രൊഡ്യൂസർ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തും കൂടെ 1.5 കോടി രൂപ അതിൻ്റെ ലോസ്. അതിനുശേഷം കോവിഡിന് ശേഷം ഒരു പടം ചെയ്തു, അതിൻ്റെ ലോസ് 2.5 കോടി രൂപ. ഈ കഴിഞ്ഞ വർഷം 23-ൽ പടം ചെയ്തു, അതിൻ്റെ ലോസ് 2.5 കോടി. നമ്മുടെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നോർമൽ ഈക്വൽ റിസ്ക് കോൺട്രാക്റ്റ് ആണ് നിങ്ങൾ ചെയ്തേക്കുന്നത്.
എല്ലാ 2 വർഷം കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ പൈസ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കോർ ബിസിനസ് ഇതല്ല. നമുക്ക് കാനഡയിൽ ഐ ബിലീവ് യു ഹാവ് എ ട്രക്കിംഗ് ബിസിനസ്, അതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, ട്രക്ക് റെൻറ്റ് കൊടുക്കുന്ന ബിസിനസ്സാണ് നിങ്ങൾക്കാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങളുടെ കോർ ബിസിനസ് അല്ല, നിങ്ങൾ അതിനകത്ത് പുലിയാണ്. കുറേ ട്രക്കുകൾ നിങ്ങൾക്കുണ്ട്. വൈഡ് ഓഫ് കാനഡയിൽ നിങ്ങൾ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേങ്കിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, wherever in the world, any producers, co-producers, whatever, നിങ്ങളുടെ കോർ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് പടം ചെയ്താൽ ഒബ്വിയസ്ലി നിങ്ങളുടെ കാശ് കൂടും. ബിക്കോസ് നിങ്ങൾക്ക് ഇവിടുത്തെ റേറ്റ്സോ ഇവിടുത്തെ റേറ്റിൻ്റെ എസ്കലേഷൻസോ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ എല്ലാ പടവും 4 കോടിക്ക് നിങ്ങൾ ഒരു പടം പിടിക്കാൻ, ആ നടൻ്റെ പടം ഒരു ജൂനിയർ നടനാണ്, ശരിയാണ്. ഇപ്പം തല കാണിച്ച് ഒരു വാല്യൂ ഉണ്ട്, അതായത് ആൾക്കാർ തിയേറ്ററിൽ കയറുന്ന ഒരു നടന്. ആ നടൻ്റെ പടം 4 കോടി രൂപ ബഡ്ജറ്റ് തീരേണ്ട ഒരു പടം നിങ്ങൾ ചെയ്തത് 6 കോടി രൂപയ്ക്കാണ്. അപ്പോൾ എല്ലാ തവണയും നിങ്ങൾ ഈ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ വന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ വന്ന് ഒരു 2 കോടി രൂപ ലോസും ആക്കിക്കൊണ്ട് നിങ്ങൾ പോകുമ്പം നിങ്ങളുടെ ആവേശം ഇച്ചിരി കുറവാണ്. അതിന് മിറ്റിഗേഷൻ മെഷേഴ്സ് ഒന്നുമില്ല. 3-4 പടം നിങ്ങൾക്ക് ചെയ്തിട്ട് എല്ലാ തവണയും 1.5-2.5 കോടി രൂപ ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പണിയല്ല പ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും നല്ല പ്രൊഡ്യൂസേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, സുഹൃത്തുക്കളായതും കൊണ്ട് നഷ്ടം സഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സംടൈംസ് സുഹൃത്ത് നല്ല സുഹൃത്തായിരിക്കും, പക്ഷെങ്കിൽ പുള്ളിക്കാരൻ ആ ബിസിനസ് അറിയില്ല. മറ്റു പല ബിസിനസ്സും പുള്ളിക്കാരൻ അറിയാമായിരിക്കും, പക്ഷെ മൂവി പ്രൊഡക്ഷൻ്റെ ബിസിനസ് പുള്ളിക്കാരൻ അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു എന്നെ കാണാൻ വന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞ പടം ഫ്ലോപ്പ് ആയതിനു ശേഷം ഞങ്ങൾ അസോസിയേഷൻ ചേംബറിൻ്റെ പുറത്ത് നിന്നിട്ട് ഞങ്ങൾ അബാദിലാന്ന് തോന്നുന്നു, അബാദിലിരുന്ന് ഞങ്ങൾ ചായ കുടിച്ചിട്ട് പിരിഞ്ഞാണ്. എന്നാൽ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞാണ്, പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞാണ്, ദയവ് ചെയ്ത് നിങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇതിനായിട്ട് തിരിച്ചു വരരുത്, ഇനിയും പടം എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, അടുത്ത പടങ്ങൾ എടുക്കരുത്. അപ്പം ഭാഗ്യത്തിന് കഴിഞ്ഞ വർഷം 2 പടം കൂടെ ചെയ്യാനുണ്ടായിരുന്നു, പുള്ളിക്കാരൻ പിന്മാറിയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് പ്രഷർ വന്നു കോപ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തു നിന്ന്. അതായത് അമേരിക്കൻ കോപ്രൊഡ്യൂസേഴ്സാണെന്ന് തോന്നുന്നു. അമേരിക്കൻ കോപ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തു നിന്ന് പുള്ളിക്കാരന് പ്രഷർ വന്നു, ഇനിയും നഷ്ടമാകുന്ന ബിസിനസ് ഞങ്ങൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ വർഷം ആ 2 പടം കൂടെ ചെയ്യാഞ്ഞത്. ആ 2 പടം നിങ്ങൾ ആ ബഡ്ജറ്റിൽ ചെയ്തിരുന്നെങ്കിൽ, ആ ഡയറക്ടേഴ്സിനെ വെച്ച് ചെയ്തിരുന്നെങ്കിൽ എക്സ്ട്രീം ലോസ് അടിച്ചേനെ. കാരണം ആ നടൻ്റെ അതിനുശേഷം ഇറങ്ങിയ പല പടങ്ങളും ബിസിനസ് നടന്നിട്ടില്ല, പടങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഒരു ഗ്യാപ്പ് ഉണ്ട് ആ നടനിപ്പോൾ, ഒരു 6 മാസം 7 മാസമായി ഒരു പടം ഇറങ്ങിയിട്ട്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് പൈസയുണ്ട്, പടം എടുക്കാൻ താല്പര്യമുണ്ട്, പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് അതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു MG കോൺട്രാക്റ്റ് സംസാരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഈക്വൽ റിസ്ക് കോൺട്രാക്റ്റിന് പോകാതിരിക്കുക. കാരണം പ്രത്യേകിച്ചും നിങ്ങളുടെ സുഹൃത്തിന് എനിക്ക് തോന്നുന്നില്ല പണി അറിയാമെന്നുള്ളത്. പുള്ളിക്കാരന് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല. കണ്ണും പൂട്ടി പുള്ളി എല്ലാവരെയും വിശ്വസിച്ച് പുള്ളി ഫണ്ട് ഇറക്കുന്നുണ്ട്, പൈസയൊക്കെ നിങ്ങൾ പ്രോംപ്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾക്ക് പടം ചെയ്യാൻ അറിയില്ല. പിന്നെ റിസ്ക് വാല്യൂഷൻ ഇച്ചിരി മോശമാണെന്ന് തോന്നുന്നു. കാരണം ചില സബ്ജക്റ്റുകൾ നമ്മൾ റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റ് എന്ന് പറയും, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. ഈ റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നത് മൊത്തം. അതായത് കഴിഞ്ഞ 3 പടവും ചെയ്തത് റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റാണ്. അതായത് ഒരു പർട്ടിക്കുലർ നടനോ നടിയോ ചെയ്തില്ലെങ്കിൽ ആ പടം വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സബ്ജക്ട്സ് ചെയ്യുമ്പം നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ്സ് ഇല്ല. ആ നടനോ നടിയോ എന്ത് ചോദിച്ചാലും അത് കൊടുത്ത്, അതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്നവർ എന്ത് ചോദിച്ചാലും അത് കൊടുത്ത് ആ പടം ചെയ്യാനേ നിങ്ങൾക്ക് സ്കോപ്പുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുമ്പം നിങ്ങൾ ചെയ്ത കഴിഞ്ഞ 3 പടവും റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്യാം, അത് ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചിരുന്ന എപ്പിസോഡാണ്. സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റിനകത്ത് ഞാൻ ഡെഫിനറ്റായിട്ട് കവർ ചെയ്യാം എന്താണ് ഈ റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ചില സബ്ജക്റ്റുകൾ റെസ്ട്രിക്റ്റീവ് ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇതാണ് എൻ്റെ ഉപദേശം. ഇനി നിങ്ങൾ അങ്ങനെയുള്ള ഇതിന് ചെന്ന് പെടാതിരിക്കുക. MGയിൽ സംസാരിച്ച് ലാഭം കുറഞ്ഞാലും പൈസ നഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ. ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളിപ്പോൾ ഒരു 10 വർഷം 12 വർഷമായിട്ടല്ല ഉള്ളൂ US പോയിട്ടുള്ളത്. വെറുതെ കൊണ്ട് കാശ് കൊണ്ട് കളയണ്ട എന്നുള്ളതാണ് എൻ്റെ സജഷൻ. എൻഡ് ഓഫ് ദി ഡേ ദ കോൾ ഈസ് യോഴ്സ്. മൂവി ചാർട്ടിങ്ങിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് മൂവി ചാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടൊരു മെയിൽ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, ആരുടെയും വയറ്റത്തിരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഈ മൂവി ചാർട്ടിങ് കൂടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ പണിയില്ലാതെ പോകും. അതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല.
ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വന്ന ഒരുപാട് പണികൾ ചെയ്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടറെ അസോസിയേറ്റ് ആയിട്ടാണ് ഈ ചാർട്ട് ചെയ്യുന്നത്. ചാർട്ടിങ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോളിവുഡിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് ചാർട്ടിങ് സോഫ്റ്റ്വെയർസ്. ഇവിടെ അത് യൂസ് ചെയ്യാറില്ല. ഇവിടെ പേഴ്സൺ ടു പേഴ്സൺ കഴിവിലാണ് ചാർട്ട് ചെയ്ത് പോകുന്നത്. ചാർട്ടിങ് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഒരു സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് വേണമെങ്കിൽ ചാർട്ടിങ് ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ അതുകൂടെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അസോസിയേറ്റിന് പണിയില്ലാതെ പോയല്ലോ. അപ്പോൾ അവർക്കും പണി വേണമല്ലോ. ഇതൊരു എന്താ പറയുക, ഇറ്റ്സ് എ ബിസിനസ്, ഇറ്റ്സ് എൻ ഇൻഡസ്ട്രി, റൈറ്റ്? സോ ഇൻഡസ്ട്രിയിൽ തട്ടുകട നടത്തുന്ന ആൾക്ക് മുതൽ തിയേറ്റർ നടത്തുന്ന ആൾക്ക് വരെ എല്ലാവർക്കും ബിസിനസ് കിട്ടണമല്ലോ. സോ ലെറ്റ്സ് നോട്ട് ഗോ ഇൻ ടു ഡീറ്റെയിൽ. ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല. പിന്നെ ചാർട്ടിങ്ങിൻ്റെ ചില പോർഷൻസ് ഞാൻ കവർ ചെയ്ത് തരാം. 1-2 പോയിന്റ്സ് കൊണ്ട് എനിക്ക് കവർ ചെയ്യാനുണ്ട്. അത് ഞാനൊരു എപ്പിസോഡായിട്ട് കവർ ചെയ്ത് തരാം. ഇൻഫിലിം ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പം ഞാൻ എങ്ങനെ ഇൻഫിലിം ബ്രാൻഡിങ്, കോ ബ്രാൻഡിങ്, ഇൻഫിലിം ബ്രാൻഡിങ്ങിനെ കുറിച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടല്ലോ, യൂട്യൂബിൽ കമൻസിൽ വന്നിട്ടുണ്ട് ഈ പൈസ ഉണ്ടാക്കുന്നത്, അത് ഇൻഫിലിം ബ്രാൻഡിങ് കൂടെ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ട്. അതൊരു ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാനത് കവർ ചെയ്ത് തരാം. എനിക്കൊന്ന് ലോയിഡാണെന്ന് ലോയിഡാണ് അത് ചോദിച്ചെന്ന് തോന്നുന്നു. ഞാൻ ഡീറ്റെയിൽ എപ്പിസോഡ് തന്നെ ഞാനത് കവർ ചെയ്യാം. അതായത് ഇൻഫിലിം ബ്രാൻഡ് എങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് പ്രേമലു കണ്ടിട്ടുണ്ടെങ്കിൽ, റിവർ ഇന്ത്യ എന്ന് തോന്നുന്നു സ്കൂട്ടറിൻ്റെ പേര്. അതിൻ്റെ അവർ ഓടിക്കുന്ന സീൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പാട്ടിനകത്ത് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻഫിലിം ബ്രാൻഡിങ് ആണ്. ഡെഫിനറ്റ്ലി ദർ മൈറ്റ് ബി എ മണി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് എനിവേ, ഐ വിൽ കവർ എൻ എപ്പിസോഡ് ഫോർ ഇറ്റ്. ഫുൾ എപ്പിസോഡ് ഞാൻ വരുന്ന ആഴ്ചയിൽ ഞാനത് ചെയ്ത് ഞാനത് ഡെഫിനറ്റ്ലി ലോഡ് ചെയ്യാം. ബട്ട് ഐ എം സെയിങ് ദാറ്റ് മാർക്കറ്റിംഗ് ഏജൻസീസ് ആണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. ഇൻഫിലിം ബ്രാൻഡിങ് അസോസിയേറ്റ് ചെയ്ത് അവരാണ് പിച്ച് ചെയ്യാറുള്ളത് മറ്റേ മേജർ കമ്പനീസിലേക്ക്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഈ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ അതിൻ്റെ ടച്ച് ബേസ് ചെയ്തിരുന്നു. അതായത് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതിപ്പം നിങ്ങൾ ബിസിനസ്സൊന്നും അല്ല, ജോലിക്കാരാണ്. ജോലി ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് കയറേണ്ടതെന്ന് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിൻഡിക്കേഷനെ കുറിച്ച് സംസാരിച്ചതിനെ കുറിച്ചാണ് ഒരു ചോദ്യം വന്നേക്കുന്നത്. സിൻഡിക്കേഷൻ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതൊരു പാർട്ട്ണർഷിപ്പ്. സിൻഡിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന പാർട്ട്ണർഷിപ്പാണ്. അത് നിങ്ങൾ റിസോഴ്സ് പൂളി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സിനിമയുടെ ഞാൻ ഡെഫിനറ്റായിട്ട് ഞാനൊരു എപ്പിസോഡ് തന്നെ ചെയ്യാം. ഈ സിനിമയുടെ ഫണ്ടിങ്, എങ്ങനെ ഫണ്ട് ചെയ്യാമെന്ന്. സിനിമ നിങ്ങൾക്ക് കാശില്ലെങ്കിലും സിനിമ ഫണ്ട് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ആൾട്ടർനേറ്റീവ് ഫണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഫണ്ടിങ് എപ്പിസോഡിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡ് ചെയ്യാം. ഒരു ഡയറക്ടറും ടെക്നിക്കൽ ക്രൂവും അവരെല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ സിനിമ ചെയ്യാൻ പറ്റും. പക്ഷെ അത് വലിയ സാധനം ചെയ്യാൻ പറ്റത്തില്ല, അറിയാമല്ലോ. ഹൈ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു 25 കോടി രൂപയുടെ പടം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. പക്ഷെ ഒരു 3-4 കോടി രൂപ അല്ലെങ്കിൽ 2.5 കോടി 3 കോടി രൂപയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് എനേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പടം ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ചെറിയ പൈസയുള്ള, അതായത് ഇപ്പോൾ 50 ലക്ഷം രൂപ ഒരാടയിൽ ഫണ്ടുള്ളൂ. ഈ 50 ലക്ഷം രൂപക്കാർ കുറേ പേരോടെ ചേർന്നിട്ട് നിങ്ങൾക്ക് ഫണ്ട് ചെയ്ത് പടം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫണ്ടിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എപ്പിസോഡ് ഡെഫിനറ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ ചോദിച്ച ആൾ എനിക്ക് തോന്നുന്നു ഒമാനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇത് ചോദിച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്നിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കൂട്ടുകാരെ എല്ലാവരും എടുക്കുക, അല്ലെങ്കിൽ ആ പൈസയ്ക്ക് ഏതെങ്കിലും പ്രൊഡക്ഷൻ ഹൗസിനെ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ എല്ലാ പ്രൊഡക്ഷൻ ഹൗസസും 50 lakhs എടുക്കില്ല. എല്ലാവർക്കും ത്രസോൾഡ്സ് ഉണ്ട്. പലർക്കും പല ത്രസോൾഡാണ്. 1 crore, 2 crore, 5 crore, 10 crore എന്നൊക്കെ ത്രസോൾഡ് വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസുണ്ട്. അതിൻ്റെ താഴേക്ക് അവർ പൈസ എടുക്കത്തില്ല. കാരണം എൻഡ് ഓഫ് ദി ഡേ ബുക്സ് ഓപ്പൺ ചെയ്യാൻ ഈ 50 lakhs 50 lakhs ഇടുന്ന ആളുടെ അടുത്ത് ബുക്സ് ഓപ്പൺ ചെയ്യാൻ ആൾക്കാർ താല്പര്യപ്പെടത്തില്ല. കാരണം ആർട്ടിസ്റ്റിന് എത്ര രൂപയാണ് കൊടുത്തത്, ടെക്നീഷ്യൻ എത്രയാണ് കൊടുത്തതെന്നൊക്കെയുള്ള ഇൻഫർമേഷനൊന്നും ആർക്കും, കാരണം അതൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഇൻറ്റേർണൽ ഇൻഫർമേഷനാണ്. എല്ലാ പ്രൊഡക്ഷൻ ഹൗസസിനും അല്ലെങ്കിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഒരേ റേറ്റ് അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു ലോക്ക് ഇൻ കോൺട്രാക്ട് ചെയ്യുക, അതായത് ലോക്ക് ഇൻ ബഡ്ജറ്റ് കോൺട്രാക്ട് ചെയ്യുക. ഒരു MG കോൺട്രാക്ട് സംസാരിച്ച് ഫണ്ട് ചെയ്യുക, ഒരു പ്രൊജക്റ്റിൽ ഫണ്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ പേര് കോ പ്രൊഡ്യൂസറായിട്ടൊന്നും വരില്ല, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ വെച്ചിട്ട് നിങ്ങളുടെ പേര് വരത്തുള്ളൂ. നിങ്ങളുടെ പേര് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വരണമെന്നില്ല, കോ പ്രൊഡ്യൂസറായിട്ടും വരണമെന്നില്ല. എന്തെങ്കിലും ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് സിനിമയിൽ തന്ന് നിങ്ങൾക്ക്, പക്ഷേ അത് നിങ്ങൾക്ക് ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റും. അതിൻ്റെ റിട്ടേൺസും കിട്ടുമ്പോൾ റിട്ടേൺസും കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കേസ് ബൈ കേസസിൽ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. ഡെഫിനറ്റായിട്ട് നടക്കുന്ന സംഭവമാണ്. നിങ്ങൾക്ക് 50 ലക്ഷം രൂപ ഉണ്ടെങ്കിലും സിനിമയിൽ ഫണ്ട് ചെയ്യാം.
പക്ഷെ ദയവ് ചെയ്ത് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാതെ, ഒരു ഡയറക്ടർ വാല്യൂ ഇല്ലാതെ, ഒരു ബാനർ വാല്യൂ ഇല്ലാതെ നിങ്ങൾ പടം എടുക്കരുത്. കാരണം റിസ്ക് ഇസ് ടു ഹൈ. യു ഹാവ് 1% ചാൻസ് ഓഫ് സക്സസ്. വെറുതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, നിങ്ങളൊരു 10-15 വർഷം ഗൾഫിലുണ്ടാകുന്ന ആളല്ലേ, വെറുതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് കളയരുത്. ബിക്കോസ് നിങ്ങൾ 25-ാമത്തെ വയസ്സിൽ ഗൾഫിൽ ചെന്നു, 40-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഒരു പടം പിടിക്കാൻ കേപ്പബിലിറ്റി വന്നു, പക്ഷേങ്കിൽ നിങ്ങൾക്കത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ, ഇമാജിൻ യുവർ ഏജ് ഇസ് 40, യു ഹാവ് ടു സർവൈവ്, യു ഹാവ് ടു അഗെയിൻ റീഗെയിൻ ദാറ്റ് മണി ബൈ വർക്കിംഗ്. അവർ 15 വർഷം കൂടെ വർക്ക് ചെയ്താലേ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരത്തുള്ളൂ. സോ അതിന് മുതിരാതിരിക്കുക, ആ റിസ്കുകൾ എടുക്കാതിരിക്കുക. അത് ഏത് വലിയ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ പറഞ്ഞാലും ആ റിസ്ക് എടുക്കരുത്. ഈക്വൽ റിസ്ക് കോൺട്രാക്റ്റിൽ നിങ്ങൾ പോകരുത്. കാരണം എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് യുവർ ഹാർഡ് ഏൺ മണി. ഫോൾ ബാക്ക് ഗൾഫിൽ അറിയാമല്ലോ, ഗൾഫിൽ നിങ്ങൾക്ക് അവർ സിറ്റിസൺഷിപ്പ് ഒന്നും തരത്തില്ല. സോ യുവർ ഫോൾ ബാക്ക് ഇസ് ബാക്ക് ടു ഇന്ത്യ. യൂറോപ്പിലും US-ലും പോകുന്ന ആൾക്കാരെ പോലെ അല്ല ഗൾഫുകാർ. സോ അങ്ങനെ റിസ്ക് എടുക്കാൻ പാടില്ല. ഇതാണ് എൻ്റെ അഡ്വൈസ്. പിന്നെ റിസ്ക് അപ്പിറ്റൈറ്റ് അത് നിങ്ങൾക്കുണ്ടാവണം. എല്ലാവരും ലോട്ടറി എടുക്കുന്ന കഥ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ. റിസ്ക് അപ്പിറ്റൈറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളിൽ 2 കോടി രൂപ ഓൾ ഇൻ ഓൾ ഉണ്ട്, നിങ്ങൾക്ക് 50 lakhs റിസ്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ബിക്കോസ് അതർവൈസ് ഇറ്റ്സ് വെരി ടഫ് ടു സർവൈവ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലോഞ്ചിങ് കിറ്റ്സിനെ കുറിച്ച് സംസാരിച്ചപ്പം അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് എനിക്കറിയാവുന്ന ഒരു വിഷയമാണത്. അത് നിങ്ങൾ ഈ പറഞ്ഞ ഈ സ്റ്റോറി ഉണ്ടല്ലോ, കോമ്പറ്റീഷൻ്റെ മോനെ ലോഞ്ച് ചെയ്യാൻ ശ്രമിച്ചു, പടം വർക്കൗട്ടായില്ല, പെട്ടിക്കാതിരിക്കുന്നു പറഞ്ഞില്ലേ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം, ആ പടത്തിനെ കുറിച്ച് എനിക്കറിയാവുന്നതാണ്. അത് ആ പ്രൊഡക്ഷൻ്റെ പ്രൊഡ്യൂസറിനെ എനിക്കറിയാവുന്നതാണ്. ആ പടത്തിൻ്റെ പ്രശ്നം വെച്ചാൽ അത് ഒരു കോവിഡ് സമയത്ത് എടുക്കേണ്ട ഒരു പടമായിരുന്നു നിങ്ങൾ എടുത്തത്. നിങ്ങൾ മോനെ ലോഞ്ച് ചെയ്തു. എനിക്ക് ആ പടത്തിനെ കുറിച്ച് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. കാരണം എനിക്കറിയാവുന്ന 1-2 ടെക്നീഷ്യൻസ് ഒക്കെ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആ പടം കോവിഡ് സമയത്ത് എടുക്കേണ്ട ഒരു പടമാണ്. എടുത്ത ആളും മോശമല്ല, ഡയറക്ടറും നല്ല ഡയറക്ടറാണ്. പക്ഷെങ്കിൽ ആ സബ്ജക്റ്റ് ഇപ്പോൾ അത് വർക്കൗട്ട് ആവില്ല തിയേറ്ററിൽ. OTT സാറ്റലൈറ്റ് ബിസിനസ് അതിന് വർക്കൗട്ട് ആവില്ല. അപ്പം നിങ്ങൾ കാശ് മുടക്കി എന്നുള്ളത് ശരിയാണ്. 4 കോടി രൂപയോളം പടത്തിന് കോസ്റ്റ് വന്നു ഒക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ഇപ്പം നിങ്ങളത് ആ പടം തിയേറ്ററിൽ റിലീസ് ചെയ്താൽ ഓടില്ല. ആ പടം ഒന്ന് നന്നായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്ത് റിലീസ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ചിലവ് വരും. അതായത് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ 1 CR 4 CR എന്തായാലും ലോക്കായി. ഈ 1 CR നിങ്ങൾ മുടക്കിയാൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മോനായതും കൊണ്ട്, പിന്നെ ആ പടം ഇറങ്ങിയതും കൊണ്ട് മോന് ഗുണമുണ്ടാകുമോ, കരിയർ ഗുണമുണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, OTT സാറ്റലൈറ്റ് ഒരു ബിസിനസ് പറഞ്ഞ എന്തെങ്കിലും ഒരു ബിസിനസ് വട്ടെവർ ഇറ്റ് ഈസ്. കാരണം ഒരു 50 lakhs കൂടുതലൊന്നും അവർ ആ പടത്തിന്, കാരണം ആർട്ടിസ്റ്റ് വാല്യൂ, നിങ്ങളുടെ മോനാണ് അതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റ് വാല്യൂ അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 50 ലക്ഷം രൂപ കൂടുതലൊന്നും ആരും അതിനകത്ത് പറയില്ല. 50 ലക്ഷം തന്നെ പറയില്ല. ബട്ട് ബോസ് കേസ് സിനാരിയോ ഒരു 50 lakhs നിങ്ങൾക്ക് പറയത്തുള്ളൂ. അത് ലാഭമായി കരുതി ബാക്കിയെല്ലാം എഴുതി തള്ളി അത് അങ്ങനെ ക്ലോസ് ചെയ്യുക. ചെയ്ത അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ പടം എടുക്കാൻ ഇറങ്ങിയപ്പം ആ സബ്ജക്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നു. കാരണം അത് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഒരു സബ്ജക്റ്റാണ്. അതൊരു പർട്ടിക്കുലർ വീടിനകത്ത് നടക്കുന്ന ഒരു സബ്ജക്റ്റ്. കാര്യം ശരിയാണ്, ത്രില്ലറാണ്, കാര്യമാണ്. പക്ഷെ അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് കുറച്ചൊരു സ്റ്റാർഡം വന്നിട്ട്, അതായത് ഒരു വാല്യൂ വന്നിട്ട് ചെയ്യേണ്ട, ഒരു ഫേസ് വാല്യൂ വന്നിട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റായിരുന്നു അത്. നിങ്ങൾ പോയി അത് ചെയ്തു, പടം ബ്ലോക്കായി. ആ പ്രൊഡ്യൂസർ ആ പടം, നിങ്ങൾ ഒരു പ്രൊഡ്യൂസറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ആ പടം ചെയ്തെന്ന് എനിക്കറിയാം. ആ പ്രൊഡ്യൂസർ ആ പടം റിലീസ് ചെയ്തില്ല. കാരണം റിലീസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ, ആ പടം റിലീസ് ചെയ്താൽ ആ പ്രൊഡ്യൂസറിൻ്റെ 1 കോടി രൂപ പോകും. ആ പൈസ തിരിച്ചു കിട്ടത്തുമില്ല, സാറ്റലൈറ്റ് വെച്ചിട്ട് പോകത്തുമില്ല. ഈ റിലീസ് ചെയ്ത് പടം ഫ്ലോപ്പ് ആയതുകൊണ്ട് മാത്രം ആ പടം സാറ്റലൈറ്റ് വെച്ചിട്ട് ഒട്ടുമേ പോകത്തില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ചില ലോക്കൽ OTT യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അവിടെ കൊടുക്കാം. അവരും ഒരു 3 ലക്ഷം രൂപയൊക്കെ അതിന് വിലയെടുത്തുള്ളൂ. ശരിയാണ്, നിങ്ങൾ 4 കോടി രൂപയ്ക്ക് എടുത്തതാണ്. പക്ഷെ ഒരു 3 ലക്ഷം രൂപ അവർ വിലയെടുത്തുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ അവർ പല ആൾക്കാരും ആ 3 ലക്ഷം രൂപ പോലും തരാൻ തയ്യാറാവത്തില്ല. ആ പടം ഷെയറിനിടാൻ വേണ്ടി പറയും. പക്ഷെ ഷെയറിനിട്ടാൽ നിങ്ങൾക്കറിയാമല്ലോ, പൈസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ അതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ എനിക്കില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇനി അതിനകത്ത് പൈസ മുടക്കാതിരിക്കുക. അത് നിങ്ങൾ ഇറക്കി വിടുക.
മറ്റേ നല്ലൊരു യൂട്യൂബ് ചാനൽ കണ്ടു വരുത്തിയിട്ട് നിങ്ങളത് ആ പടം അവിടെ റിലീസ് ചെയ്യുക, ഷെയർ സംസാരിക്കുക, യൂട്യൂബ് ഓൾ റവന്യൂസിൽ ഷെയർ സംസാരിച്ച് ആ പടം ഇറക്കി വിടുക. സാറ്റലൈറ്റ് OTT എടുക്കാൻ ചാൻസ് ഇല്ല, കാരണം അങ്ങനെയുള്ള ഡാർക്ക് സബ്ജക്റ്റ് ഒന്നും പോവില്ല. പിന്നെ എടുക്കേണ്ടത് ആമസോൺ, നെറ്റ്ഫ്ലിക്സ് പോലാണ്. അവിടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ട്രൈ ചെയ്തിട്ട് ലോക്കൽ യൂട്യൂബ് ചാനൽസ് നിങ്ങൾ പോകാൻ പാടുള്ളൂ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി പോവുക. അത് നടന്നില്ലെങ്കിൽ ലോക്കൽ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് മാക്സിമം മാർക്കറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് മാക്സിമം വ്യൂഷിപ്പ് കൊണ്ടുവരിക. എൻ്റെ ഒത്തിരി ഇതൊരു പടമാണല്ലോ, അത് മകൻ അഭിനയിച്ചാണ്. ലോഞ്ച് നിങ്ങളുടെ മകൻ്റെ ലോഞ്ചുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ലോഞ്ച് തന്നെ തെറ്റിപ്പോയി. ഇനിയിപ്പോൾ അത് എത്ര പൈസ റീകൂപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും പൈസ അതിനകത്തുനിന്ന് റീകൂപ്പ് ചെയ്യുക. പക്ഷെ നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കുക. 4 കോടി രൂപ നിങ്ങളുടെ പോയി എന്ന് തന്നെ കണ്ട് തയ്യാറെടുത്ത് അതല്ല. പിന്നെ അത് ഇനിയും വെച്ചുകൊണ്ടിരുന്ന കഥയില്ല, കാരണം അത് 2022 ഷൂട്ട് കഴിഞ്ഞ പടമാണ്. നമ്മൾ 2024 ഇനി അത് വെച്ചുകൊണ്ടിരുന്ന് ഇനി ഒരു കോഡ് വരട്ടെ അന്നേരം നമുക്ക് റിലീസ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് നിങ്ങൾ ഇറക്കി വിടുക. പോയെന്ന് വെക്കുക. ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് യു ആർ ഫൈനാൻഷ്യലി സൗണ്ട്. സോ ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ഗോ ഫോർ ദ നെക്സ്റ്റ് പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യുക. പക്ഷെ കുറച്ചുകൂടി കെയർഫുൾ ആവുക. മകനെ ലോഞ്ച് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയിൽ തന്നെ ലോഞ്ച് ചെയ്യുക. കാരണം ആ സ്ട്രാറ്റജി വർക്കൗട്ട് ആയില്ല. കാരണം എനിക്ക് ആ പടത്തിനെ കുറിച്ച് അറിയാവുന്നതാണ്. അത് വർക്കൗട്ട് ആയില്ല, ഇത് നടക്കില്ല. ഇതാണ് എൻ്റെ അഡ്വൈസ്. ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ഫൈനാൻഷ്യലി വയബിൾ അഡ്വൈസ്, ബട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് അഡ്വൈസ് ഐ ക്യാൻ ഗീവ് യു. ഒരുപാട് പേര് സ്റ്റോറി കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് എനിക്കൊന്ന് പറയാനുള്ളത്. അതിൻ്റെ ഒരു സ്റ്റോറി കേൾക്കുന്നുണ്ടോയെന്നാണ്. സ്റ്റോറി ഞങ്ങളുടെ ഇപ്പോൾ ഈ എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 2 ഇയേഴ്സിലൊക്കെയുള്ള പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ലൈൻഡ് അപ്പാണ്. അതിൻ്റെ ഡയറക്ടേഴ്സും അതിൻ്റെ ടീംസും അതിന് പല ആൾക്കാരും പല സ്റ്റേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഡീറ്റെയിലിംഗ്, മൂവീനെ എലിവേഷനൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിലിംഗ് ഭാഗമായിട്ട് വലിയ പടങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പം സ്റ്റോറി ബോർഡ്സ് ചെയ്യും, ആനിമേറ്റ് ചെയ്യും, VFX ചെയ്യും. കാരണം ഇത് പിച്ചിങ്ങിന് മുമ്പ് ഞങ്ങളിത് കുറേ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ പല പ്രൊജക്റ്റുകളും പല സ്റ്റേജിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പടം ഞാൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇപ്പം എല്ലാവർക്കും നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. ഞങ്ങൾക്കൊരു പടം നിങ്ങളുടെ കൂടെ ചെയ്യണമെങ്കിൽ ഒരു 2 ഇയേഴ്സ്, അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്താലും 2 വർഷം കഴിയും ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് ഐ ഹാവ് എ ഫണ്ടിങ്. എനിക്ക് കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എനിക്ക് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ വളരെ സ്ട്രക്ചറായിട്ട് 1 at a time ചെയ്തു പോകുന്ന ഒരാളാണ്. അപ്പം ഇപ്പം ഞാൻ കഥ കേൾക്കുന്നത് ഓൾറെഡി കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഥ കേൾക്കാറുള്ളൂ. അതും ആ കഥ എനിക്ക് ഇഷ്ടപ്പെടണം. കോ പ്രൊഡ്യൂസർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് 2, 3, 4 കോടി ഇടാൻ ആളുള്ളതുകൊണ്ട് ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഞങ്ങളുടെ കമ്മിറ്റിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല, സ്ക്രിപ്റ്റ് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ വി ആർ ട്രൈങ് ടു ബിൽഡ് എ ബാനർ വാല്യൂവിലാണ് ഞങ്ങളുടെ സസ്റ്റൈനബിലിറ്റി. ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഈസ് ഓൺ ദ ബാനർ വാല്യൂ. കാരണം ഐ വാണ്ട് എൻ്റെ ബാനർ, മാക്രോ മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന ബാനർ കണ്ട് ഐ വാണ്ട് പീപ്പിൾ ടു ടേക്ക് ടിക്കറ്റ്സ്. അങ്ങനെ ഞാൻ ബാനർ വാല്യൂ ബിൽഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ പീപ്പിൾ വിൽ ട്രസ്റ്റ് ഓൺ മൈ ബാനർ, സെയിങ് ദാറ്റ് ഓക്കെ 100 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ നഷ്ടം വരില്ല, അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്വാളിറ്റി കാണും എന്നും പറഞ്ഞ് എൻ്റെ പടത്തിന് ടിക്കറ്റ് എടുത്തോളൂ. അന്നേരം എനിക്ക് അവർ തരുന്ന ഒരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ലോഞ്ച് എനി ആർട്ടിസ്റ്റ് ഐ വാണ്ട്, because they will believe in my banner, saying that okay, irrespective of the artist in my movie, there will be content in the movie. കണ്ടന്റിന് എന്നും വിലയാണ്. തട്ടിക്കൂട്ട് നിങ്ങൾക്ക് പടങ്ങളൊക്കെ എടുക്കാം. ആർട്ടിസ്റ്റിനെ എടുക്കുക, ഒരു സാഹചര്യം ഉണ്ടാക്കുക, ആർട്ടിസ്റ്റ് ഈ കോറിഡോറിൽ അപ്പുറം വരെ നടക്കുന്ന ഒരു പടം എടുക്കുക, അതിനകത്തൊരു 10 ഫൈറ്റ് ഇടുക, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു 4 സ്ലോ മോഷനൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ദാറ്റ്സ് നോട്ട് ദ വേ വി ലുക്ക് അറ്റ് ദ ബിസിനസ്. We look at it in a completely different way. We are trying to build a banner value so that we can see. ഡെബ്യൂക്കാർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ 4 ഡെബ്യൂക്കാർ ഇതൊരു 5 പടം എടുത്തിട്ടുള്ളൂ. ആ 4 ഡെബ്യൂക്കാരാണ്. ഈ നമ്മൾ ഇറക്കി വിട്ട ഡെബ്യൂക്കാരൊക്കെ രക്ഷപ്പെട്ട് പോയിട്ടേ ഉള്ളൂ. ആൻഡ് വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പം നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഈ ഡെബ്യൂക്കാരെ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ തൊട്ട് തന്നെ ആർട്ടിസ്റ്റിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ആർട്ടിസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത് ഞങ്ങൾക്ക് അവസരം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇൻഡസ്ട്രി അറ്റ് കറണ്ട് സ്റ്റേജ് വി കാൺ ഡു ഇറ്റ്. വി കാൺ ലോഞ്ച് ആൻ ആർട്ടിസ്റ്റ്.
ഇറ്റ്സ് നോട്ട് വയബിൾ. അപ്പോൾ ഞങ്ങളിത് വളരെ ഒരു ആർട്ടിസ്റ്റിനെ ലോഞ്ച് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രീം കെയർഫുള്ളാണ്. പക്ഷേങ്കിൽ ഞങ്ങളൊരു 10-15 മൂവി കഴിയുമ്പോൾ ബാനർ വാല്യൂ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ irrespective of the artist, people will watch the movie because they know that we are content providers. സാറ്റലൈറ്റ് OTT ചാനലുകൾക്ക് മനസ്സിലാവും ഞങ്ങൾ കണ്ടന്റ് ഓറിയന്റഡ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. എവരിബഡി വാണ്ട്സ് എ പ്രോപ്പർ കണ്ടന്റ്. തട്ടിക്കൂട്ട് കണ്ടന്റ് ഉണ്ടാക്കി സാറ്റലൈറ്റുകാരെ പറ്റിക്കാനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മറ്റേ നമ്മൾ വിളിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സും സ്റ്റോറി ടെല്ലേഴ്സും ഒക്കെ വിളിക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ. എല്ലായിടത്തും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് പ്രൊഡ്യൂസർ ഉണ്ടാവാം, കോ പ്രൊഡ്യൂസർ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങളുടെ കമ്മിറ്റി വായിക്കണം. ആ കമ്മിറ്റി വായിച്ച് ആ കമ്മിറ്റി സീറോയിൻ ഡൗൺ ചെയ്ത് ഞാൻ വായിച്ച കഥയ്ക്ക് സെൻസ് വേണം, എൻ്റെ സ്ക്രിപ്റ്റിന് സെൻസ് വേണം, എന്നാൽ മാത്രമേ ഞങ്ങൾ ആ പടം ചെയ്യുള്ളൂ, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യു ഹാവ് പ്രൊഡ്യൂസർ ഓർ നോട്ട്. പിന്നെ ഞങ്ങൾ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ബിക്കോസ് ഇപ്പോൾ എനിക്ക് എഴുതിയേക്കുന്ന ഡയറക്ടറിന് ഐ നോ ദാറ്റ് ലാസ്റ്റ് മൂവി ഇറങ്ങി 2019 നിങ്ങളുടെ ലാസ്റ്റ് മൂവി ഇറങ്ങിയത്. ഇറ്റ്സ് ബീൻ 5 years നൗ. അടുത്ത മൂവി ഇറങ്ങിയില്ല, കഴിഞ്ഞ മൂവി ഓടാത്തതുകൊണ്ടായിരിക്കുമല്ലോ. ബട്ട് മൈ റെക്കമെൻഡേഷൻ ദാറ്റ് ഇഫ് യു വാണ്ട് അസ് ടു ഡു ഇറ്റ് അലോൺ യു ഹാവ് ടു വെയിറ്റ് ടിൽ 2026. 2026 മാത്രമേ ഞങ്ങൾക്ക് സിംഗിൾ ഫണ്ട് ചെയ്ത് നിങ്ങളുടെ മൂവി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ യു ബ്രിങ് എ കോ പ്രൊഡ്യൂസർ, ബട്ട് ദറ്റ് മൂവി ഷുഡ് ബി വയബിൾ. ആൻഡ് ഇതുകൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, കോ പ്രൊഡ്യൂസർ ഇല്ലാതെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളുടെ കഥ ഞങ്ങൾ വായിക്കില്ല. ബിക്കോസ് അനാവശ്യമായിട്ട് കഥ വായിച്ച് സമയം കളയാൻ നമ്മുടെ ഇല്ല. ഞങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടണം, നിങ്ങൾക്ക് കോ പ്രൊഡ്യൂസർ ഉണ്ടാവും, ദെൻ വി വിൽ പിക്കി ബാക്ക് ഓൺ ഇറ്റ്. നിങ്ങൾ ഞങ്ങളുടെ അപ്രോച്ച് ചെയ്യുന്നത് ഞങ്ങളുടെ ബാനർ വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻസ് ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടല്ലേ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വർക്ക് ടുഗദർ, ബട്ട് ദിസ് ഇസ് അവർ കണ്ടീഷൻ. അപ്പോൾ എല്ലാ സ്റ്റോറി ടെല്ലേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. അവസരം തരുമോയെന്ന് ചോദിച്ചുകൊണ്ട് സോങ്ങിന് ലിറിക്സ് എഴുതുന്ന മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ അവസരം തരും തീർച്ചയായിട്ടും. വി നെവർ സേ നോ ടു എനി വൺ. ബിക്കോസ് എല്ലാവരെയും എല്ലായിടത്തും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ബട്ട് വി ഹാവ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു വാട്സപ്പ് പ്രൊഫൈലും ഉണ്ട്, അല്ലാത്ത പ്രൊഫൈലും ഉണ്ട്. ആർട്ടിസ്റ്റിന് അവസരം ചോദിക്കുന്നവരെ എല്ലാം നിങ്ങളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത്, പോർട്ട്ഫോളിയോ അറിയാമല്ലോ, പോർട്ട്ഫോളിയോ അറിയത്തില്ലെങ്കിൽ ഞാൻ അതിന് വേറൊരു എപ്പിസോഡ് ചെയ്തു തരാം. ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് ഞങ്ങൾക്ക് അയക്കുക, ഫോട്ടോസ് അടക്കം കോൺടാക്ട് നമ്പർ അടക്കം അയക്കുക. അത് ഞങ്ങൾ റീറ്റെയിൻ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് മൂവി വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിക്കും. ഈ വരുന്ന മൂവിക്ക് ഇപ്പോൾ വൺ പ്രിൻസസ് സ്ട്രീറ്റ് ഷൂട്ട് കഴിഞ്ഞാൽ ഇതിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുക. അതായത് റിലീസ് ഷെഡ്യൂൾ ചെയ്ത പടത്തിനകത്ത് ഓൾമോസ്റ്റ് 5 ആർട്ടിസ്റ്റിനെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 ടെക്നീഷ്യൻസ് ഡെബ്യൂ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ പടത്തിനും ഞങ്ങൾ അവസരം കൊടുക്കും. പിന്നെ അവസരത്തിൽ നിന്ന് പൊങ്ങിപ്പോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ ഞങ്ങൾ അവസരം കൊടുക്കും. പക്ഷേ ഈ പടം ചാടിക്കയറി ചിലപ്പോൾ ഒരു പടം നിങ്ങൾക്ക് തരണമെന്നില്ല. ഒരു പാട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് നോക്കും വർക്കൗട്ട് ആവുന്നോ ഇല്ലെന്ന്. ലിറിസിസ്റ്റിന് അവസരം കൊടുക്കും. എല്ലാവർക്കും അവസരം തരും. ബട്ട് ഇറ്റ്സ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് പോലെ ആരാണ് അതിനകത്ത് സ്യൂട്ട് ആവുന്നത് അതനുസരിച്ച് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. ഞങ്ങൾക്കൊരു നിങ്ങൾ അയക്കുന്ന എല്ലാ പ്രൊഫൈൽസും ഞങ്ങൾ സേവ് ചെയ്തിടും. തലയും വാലുമുള്ള പ്രൊഫൈൽ, അതായത് ഫോട്ടോ ഉണ്ട്, ഹൈറ്റ്, വെയിറ്റ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം സേവ് ചെയ്തിടും. നിങ്ങളുടെ പാസ്റ്റ് വർക്കിൻ്റെ ഹിസ്റ്ററി എല്ലാം ഞങ്ങൾ സേവ് ചെയ്തിടും. എന്നിട്ട് പ്രൊജക്റ്റ് വരുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാവരെയും വിളിക്കും. ഈവൻ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് പോലും പ്രൊഫൈൽ അയച്ചു തന്നവരെ ഞങ്ങൾ വിളിക്കാറുണ്ട്. ഈ പ്രിൻസസ് സ്ട്രീറ്റിന് ഞങ്ങൾ 3 അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെ വിളിച്ചു. എല്ലാവർക്കും മറ്റുള്ള തിരക്കായിരുന്നു, അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വേറെ ആൾക്കാരെ വെച്ച് ഷൂട്ട് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ അവസരം കൊടുക്കുന്നതിനെല്ലാം അവസരം കൊടുക്കും. നിങ്ങൾ പ്രൊഫൈൽ അയക്കുക. ഒന്ന് ഞങ്ങൾക്ക് വാട്സപ്പ് നമ്പറുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്കൊക്കെ മാക്രോ മോഷൻ പിക്ചേഴ്സിൻ്റെ വാട്സപ്പ് നമ്പറാണ്, നിങ്ങൾ ചെക്ക് ചെയ്തറിയാം. നീ ആ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക, ഇല്ലെങ്കിൽ മെയിൽ അയക്കുക. എന്തായാലും വി വിൽ റിട്ടൈൻ യുവർ പ്രൊഫൈൽ ആൻഡ് കോൾ യു ഇൻ ദ നെക്സ്റ്റ് മൂവി. എല്ലാവരെയും എല്ലാ മൂവിയിലും ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഓഡിഷൻസ് നടത്താറുണ്ട്. എക്സ്ട്രീം റെയറാണ്. ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് ഞങ്ങൾ മറ്റേ വീഡിയോസ് എടുത്തിട്ടാണ് ഞങ്ങൾ കാസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി പോകുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റ് വരുന്ന പടം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഓഡിഷൻ വിളിക്കുന്നു. ഓഡിഷൻ വരുന്നുണ്ട് ഷോർട്ട്ലി, ബിക്കോസ് വി ആർ ഡൂയിങ് എ വെരി ബിഗ് മൂവി. ഒരു അടിപ്പടമാണ്, കോളേജ് അടിപ്പടമാണ്. അതിന് ഒരുപാട് ആർട്ടിസ്റ്റിനെ വേണം. ഒരു 500 ജൂനിയർ ആർട്ടിസ്റ്റും ഒരു 50-60 മെയിൻ ആർട്ടിസ്റ്റും ഉള്ളൊരു പടമാണ്. ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 1.5 years ടു ഫിനിഷ്. ഒരു മൾട്ടിപ്പിൾ ലാംഗ്വേജിൻ്റെ പടം വരുന്നുണ്ട്. വി ഹാവ് നോട്ട് അനൗൺസ്ഡ് ഇറ്റ്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി ഗൈസ്, നിങ്ങൾക്ക് അവസരം വേണമെങ്കിൽ അയച്ചു തരുക. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചിട്ട് നാളെ മുതൽ വിളിക്കാതിരിക്കുക. ഡെയിലി കോൾ ചെയ്യരുത്. ഞങ്ങൾ വളരെ സ്ട്രക്ചർഡായിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ
അവസരം വരും, അതായത് പടം ഓണാവുന്നതിന് തൊട്ട് മുമ്പ് കോൾ വരും. നിങ്ങൾക്ക് ആ സമയത്ത് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരിക, ഓഡിഷൻ ഉണ്ടെങ്കിൽ ഓഡിഷൻ വരിക. എന്താ വെച്ചാൽ ഈ ഡയറക്ടർ, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിനും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനും എല്ലാവർക്കും അറിയാം ഇങ്ങനെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, പ്രൊജക്ട് ഡിസൈനേഴ്സ് പടം ഫുൾ പടം പ്രൊജക്ട് ഡിസൈൻ ചെയ്തിട്ട് പടം എടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്കൊന്ന് മെസ്സേജാണ് ഞങ്ങൾ അയക്കുന്നത്. തീർച്ചയായിട്ടും പ്രൊജക്ട് ഡിസൈനേഴ്സ് എല്ലാവരും കേൾക്കാൻ പറയുവാണ്. ഫുൾ പ്രൊജക്ട് ഡിസൈൻ ചെയ്ത് ഇൻക്ലൂഡിങ് ആർട്ടിസ്റ്റ്, ഇൻക്ലൂഡിങ് എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് പടം സബ്മിറ്റ് ചെയ്യാം. ബഡ്ജറ്റിൽ ഞങ്ങൾ കൈവെക്കും. ബിക്കോസ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ വിൽ ഡെഫിനറ്റ്ലി ഗോ ഇൻ ടു ദ ബഡ്ജറ്റ് ആൻഡ് ഡീറ്റെയിലിംഗ് ആയിട്ട് കോം ഡൗൺ ചെയ്യും ബഡ്ജറ്റ്. നിങ്ങളിപ്പോൾ ഒരു 7.5 കോടി രൂപയ്ക്ക് എനിക്കൊരു പടം കൊണ്ട് തന്നാൽ 7.5 കോടി രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ആ പടം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പ്രൊജക്ട് ഡിസൈനേഴ്സിന് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഒരു പെർസെൻറ്റേജ് ഉണ്ട് ബേസ്ഡ് ഓൺ ദി പ്രൊജക്ട് യു ബ്രിങ്. ആ പെർസെൻറ്റേജ് നിങ്ങൾക്ക് തരും. പക്ഷെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതായത് 5 കോടിയുടെ പടം 7.5 കോടിക്ക് ഇവിടെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യില്ല. നിങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സും കാണും ഓൾറെഡി. അതായത് യു ജസ്റ്റ് നീഡ് എ ബാനർ ഗൈ ടു റൺ ദ ഷോ, ബിസിനസ് നടത്താൻ വേണ്ടി. അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേങ്കിൽ ഇൻഫ്ലേറ്റഡ് ബഡ്ജറ്റിൽ ഞങ്ങൾ വർക്ക് ചെയ്യത്തില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ വി ഹാവ് ടു മേക്ക് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ആയിരിക്കും പൈസ, നിങ്ങളുടെ ആയിരിക്കും പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേങ്കിൽ ഞങ്ങൾക്കും പ്രോഫിറ്റ് ഇല്ലാതെ വി ഡോണ്ട് സ്പെൻഡ് അവർ ടൈം ഇൻ ടു ഇറ്റ്. സോ പ്രൊജക്ട് ഡിസൈനേഴ്സിന് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ ഞങ്ങൾ കൊടുക്കും ബേസ്ഡ് ഓൺ ദി ഫണ്ടിങ്. സോ ഞങ്ങൾ പ്രൊജക്റ്റ് എടുക്കുക, അങ്ങനെ ദാറ്റ്സ് എ ഫുൾ ഓൺ പ്രൊജക്ട്. അതായത് പ്രൊജക്ട് ഡിസൈനേഴ്സിൻ്റെ ഇത് കേൾക്കുന്ന മറ്റുള്ളവർ പറയാം, പ്രൊജക്ട് ഡിസൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയുണ്ടാവും, ടെക്നീഷ്യൻ ഉണ്ടാവും, ആർട്ടിസ്റ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പ്രൊഡ്യൂസറും ഉണ്ടാവും. പ്രൊഡ്യൂസർ പുതിയ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ഈ പുതിയ പ്രൊഡ്യൂസേഴ്സിന് ചിലപ്പം പറയും എനിക്കൊരു ബാനർ വേണം അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം ചാടിക്കയറി ഇറങ്ങി പൈസ പോകണ്ടെന്ന് വെച്ചിട്ട്, കാരണം ബിസിനസ്സൂടെ സംസാരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഫുൾ പാക്കേജ് ആയിട്ട് ചില ആൾക്കാർ വരാറുണ്ട് പ്രൊജക്റ്റുമായിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി നമുക്ക് വയബിളാണ്. ആ സ്റ്റോറി, വി ലൈക്ക് ദ സ്റ്റോറി, ദ സ്ക്രിപ്റ്റ്, ദി ആർട്ടിസ്റ്റ്, ബഡ്ജറ്റ്. 5 കോടി രൂപയുടെ പടം 7.5 കോടി പ്രൊജക്ട് ഡിസൈനേഴ്സ് കൊണ്ടുവരാറുണ്ട്. അതിന് ഇൻഫ്ലേറ്റ് ചെയ്തിട്ട്, അതായത് പുള്ളിക്കാരൻ അതിനകത്ത് 1-2 കോടി രൂപ എടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള പ്രൊജക്റ്റൊന്നും ഞങ്ങൾ കൈവക്കത്തില്ല. ഞങ്ങൾ ചെയ്യുമ്പം വി മേക്ക് ഷുവർ ദാറ്റ് ദി പ്രൊജക്ട് റൺസ്, പ്രൊജക്ട് ഡസ് ബിസിനസ് ആൻഡ് എവറിബഡി പ്രോഫിറ്റ്സ് അറൗണ്ട് ഇറ്റ്. എല്ലാവർക്കും അതിൻ്റെ ഒരു ഷെയർ കിട്ടത്തക്ക രീതിയിലേ ഞങ്ങൾ ബിസിനസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇൻഫ്ലേറ്റഡ് ബഡ്ജറ്റിൽ നമ്മൾ ചെയ്യില്ല. പ്രൊജക്ട് ഡിസൈനേഴ്സ് എല്ലാം മനസ്സിലാക്കാൻ, ഈ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രൊജക്ട് ഡിസൈനേഴ്സും 2-3 പേര് നമ്മളെ അടുത്ത് പ്രൊജക്റ്റ് സംസാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി പറയുവാണ്. നമ്മുടെ ബാനറിൽ ബിസിനസ് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യം അഷ്യൂരിറ്റി തരാനുള്ളൂ, കൺട്രോൾഡ് ബഡ്ജറ്റിൽ പടം ചെയ്യും, ബിസിനസ്സും ആക്കും, എല്ലാവരും സേഫ് ബെറ്റ് പരിപാടിയിൽ പോകും. ഇത് അതിനാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ വെൽക്കം. അതല്ല ഇൻഫ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ 5 കോടിയുടെ പടം 7.5 കോടിക്ക് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഈ വഴിക്ക് വരണ്ട. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പ്രീ പ്രൊഡക്ഷനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു എപ്പിസോഡ് പ്രീ പ്രൊഡക്ഷൻ തന്നെ വെച്ചിട്ടുണ്ട്. പ്രീ പ്രൊഡക്ഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എപ്പിസോഡും ചെയ്യാം. പ്രീ പ്രൊഡക്ഷൻ്റെ ബഡ്ജറ്റ് ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ആ ബഡ്ജറ്റ് ടെംപ്ലേറ്റും ഞാൻ ഷെയർ ചെയ്യാം. ആ ടെംപ്ലേറ്റ് ഒന്നും ഷെയർ ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല, അതിനകത്തൊന്നും ഫിഗേഴ്സ് കാണത്തില്ല. പക്ഷേ ടെംപ്ലേറ്റ് ഐ വിൽ ഷെയർ വിത്ത് യു. വാട്ട് ആർ ദി ഹെഡ്സ്, അതായത് ബഡ്ജറ്റിൻ്റെ ഹെഡ്സ് എന്താണ്, അതിൻ്റെ എങ്ങനെയാണെന്നുള്ള ടെംപ്ലേറ്റ് ഞാൻ ഡെഫിനറ്റ്ലി ഒരു എപ്പിസോഡ് ചെയ്ത് ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. വെയിറ്റ് ഫോർ ഇറ്റ്. ഐ തിങ്ക് ഇൻ നെക്സ്റ്റ് 2 weeks ടൈം യു വിൽ ഹാവ് ദാറ്റ് എപ്പിസോഡ്. അഡ്വാൻസ് പ്ലേസ് ചെയ്തിട്ട് പടം നടന്നില്ല. പ്രൊഡ്യൂസറാണ്. അഡ്വാൻസ് പ്ലേസ് ചെയ്തതിന് പടം നടന്നില്ല. അഡ്വാൻസ് പ്ലേസ് ചെയ്തിട്ട് പടം നടന്നത് എനിക്കറിയാം. പടത്തിനെക്കുറിച്ച് എനിക്കറിയാം. 2021, അതായത് സെക്കൻഡ് ലോക്ക്ഡൗണിന് ശേഷം അനൗൺസ് ചെയ്ത പടമല്ലേ, അതിനെക്കുറിച്ച് എനിക്കറിയാവുന്നതാണ്. നിങ്ങൾ 50 ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ എന്ന് അവകാശപ്പെട്ട ആൾക്ക് നിങ്ങൾ കൊടുത്തത്. 50 lakhs നിങ്ങൾ ചെക്ക് എഴുതി കൊടുത്ത കഥയല്ലേ, മാരിറ്റ് വെച്ച് നടന്ന സംഭവമാണ്. അത് ഇൻഡസ്ട്രിയിൽ പാട്ടാണ്. അപ്പം അത് നോക്കണ്ട. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു കോൺട്രാക്റ്റ് ഇല്ലാതാണ് പൈസ കൊടുത്തത്. ഈ കോൺട്രാക്റ്റ് ഇല്ലാതെ പൈസ കൊടുക്കുമ്പം ദാറ്റ് പേഴ്സൺ ക്യാൻ ക്ലെയിം ദാറ്റ് ഈസ് ഫോർ ഹിസ് ഫെസിലിറ്റേഷൻ ചാർജസ്. ഈ UK നമ്മൾ പറയത്തില്ല ഫെസിലിറ്റേഷൻ ചാർജസ്, ബ്രൈബ് ചെയ്യാൻ പാടില്ല, ഫെസിലിറ്റേഷൻ ചാർജസ് എന്ന് പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഫെസിലിറ്റേഷൻ ചാർജസ് ആണ് ഞാൻ മേടിച്ചതെന്ന് അവകാശപ്പെട്ടാൽ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷേ ശരിക്കും ആ വ്യക്തി മേടിച്ചത് കടമായിട്ടാണ് മേടിച്ചതെന്ന് അറിയാം. നിങ്ങൾ പടം പിടിക്കാൻ വന്നു, ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ നിങ്ങളുടെ നിന്ന് 50 ലക്ഷം രൂപ പുള്ളി മേടിച്ചിരുന്നു.
കടം എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ച് റിട്ടേൺ ചെയ്തില്ല. നിങ്ങൾ അസോസിയേഷനിൽ പോയി പരാതിപ്പെട്ടിട്ടും ഒരു കഥയില്ല. ബിക്കോസ് ഇറ്റ്സ് എ ലീഗൽ ഡിസ്പ്യൂട്ട്. നിങ്ങൾ ചെക്ക് എഴുതി കൊടുത്തു, പുള്ളി അത് എൻകാഷ് ചെയ്തു, നിങ്ങൾ പുള്ളി പൈസ എടുത്തു, പക്ഷെ പിന്നെ പുള്ളി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ലീഗലായിട്ട് നിങ്ങൾക്ക് കേസ് കൊടുത്തുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ചുമ്മാ കോടതി കയറി ഇറങ്ങി നടക്കാവുന്നേ ഉള്ളൂ. ബിക്കോസ് ദാറ്റ് പേഴ്സൺ ക്യാൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഞാൻ ഇന്ന വർക്ക് ചെയ്തു, ഇന്നാരെ പോയി കണ്ടു, എൻ്റെ ചാർജസ് ആണെന്നും പറഞ്ഞില്ല. നിങ്ങൾ കോൺട്രാക്ട് ഇട്ട് കൊടുക്കണമായിരുന്നു, എന്തെങ്കിലും ഒരു ലീഗൽ ഫോമാറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കണമായിരുന്നു. ഈ പ്രൊഡ്യൂസേഴ്സിനടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്ടിൽ വരുമ്പോഴേ, ഈ വെക്കേഷൻ വരുമ്പം യുഫോറിക് കണ്ടീഷനിലാണ് നിങ്ങൾ പല ആൾക്കാരെയും മീറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ആർട്ടിസ്റ്റിനെയും ഈ പ്രൊഡ്യൂസേഴ്സിനെയും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു യുഫോറിയയിലാണ് നിൽക്കുന്നത്. യു ആർ എക്സൈറ്റഡ്. അന്നേരം നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. അതർവൈസ് യു ഷുഡ് ഹാവ് എ സ്വിച്ച് ടു സ്റ്റെപ്പ് ബാക്ക്. ചില ആൾക്കാർക്ക് സ്വിച്ച് ഉണ്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ വേണ്ടി. അതായത് ഒരു ലൈം ലൈറ്റിൽ കയറി നിന്നിട്ട് അവിടെ എടുക്കുന്ന ഡിസിഷൻസ് ചിലപ്പം നിങ്ങളത് ഓവർവെൽം ആയിപ്പോകും. ഒരു നടൻ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ മാരിറ്റി ഇരിക്കുന്നു, നിങ്ങൾ മാരിറ്റി ഇരുന്ന് നടനെ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറിനെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ മീറ്റ് ചെയ്യുമ്പോൾ നടൻ നിങ്ങളുടെ അടുത്ത് 2 കോടി രൂപ റെമുനറേഷൻ പറയുന്നു. 2 കോടി രൂപ റെമുനറേഷൻ പറയുമ്പം നിങ്ങൾക്കൊരു മടി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ചോദിച്ചാൽ മോശമായി പോകുമോ എന്ന് നിങ്ങൾക്കൊരു മടി. കാരണം നിങ്ങളുടെ കൂടെ ആരുമില്ല. അതിൻ്റെ ഇടയ്ക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ പ്രൊജക്ട് ഡിസൈനർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ കടം ചോദിക്കുന്നു, നടൻ്റെ മുമ്പിൽ വെച്ച് കടം ചോദിക്കുന്നു. അപ്പം 50 ലക്ഷം രൂപ എടുക്കാനില്ലാത്തവനാണോ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ആർട്ടിസ്റ്റ് വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അപ്പം തന്നെ ചെക്ക് ബുക്ക് എടുത്ത് ഒരു 50 ലക്ഷം രൂപ എഴുതി കൊടുക്കുന്നു. ബിക്കോസ് യു ആർ എക്സൈറ്റഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ആൻഡ് യു ഡിഡ് നോട്ട് ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ. സോ യു ആർ ആക്ച്വലി എൻട്രാപ്ഡ്. സി, അത് അങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ. ഇങ്ങനെ ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുണ്ട്, അത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഇവരുടെയൊക്കെ രീതി അങ്ങനെയാണ്. ഇതേ സിറ്റുവേഷനാണ് ഇതിൻ്റെ ഒരു കൗണ്ടർ സിറ്റുവേഷൻ. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൈസ നിങ്ങൾക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ പൈസ കിട്ടില്ല. ബിക്കോസ് ഹിസ് കറണ്ട് കണ്ടീഷൻ ഇസ് നോട്ട് സോ ഗുഡ്. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. 1, 2, 3 പേരെ പറ്റിച്ചൊക്കെ പടം എടുക്കുകയും. പക്ഷേ ഇതൊക്കെ ഓടുകയൊക്കെ വേണമല്ലോ. സോ ഇറ്റ്സ് എ ലൈഫ് വിൽ ഹിറ്റ് ബാക്ക് അറ്റ് ഹിം ആൻഡ് ഹിസ് കണ്ടീഷൻ ഇസ് നോട്ട് സോ ഗുഡ്. ഇപ്പം നിങ്ങൾ 50 ലക്ഷം രൂപ പോയി ചോദിച്ചാലും അസോസിയേഷനിൽ പോയി പരാതിപ്പെട്ടാലും അതിന് വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ ഹി ഡസൻറ്റ് ഹാവ് മണി ആൻഡ് ഹി ക്യാൻ സേ ദാറ്റ് യു പെയ്ഡ് ഹിം ഫോർ ഹിസ് സർവീസസ്. അതായത് ആർട്ടിസ്റ്റിനെ മുട്ടിക്കാൻ വേണ്ടിയാണ് ആ പൈസ കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ ഞാൻ വിളിച്ചു, ഇന്ന ആളുടെ സ്ക്രിപ്റ്റ് പോയി വായിച്ചു, ഇതിന് എനിക്ക് എക്സ്പെൻസ് ഉണ്ട്, ആ എക്സ്പെൻസ് ഉണ്ട്, ഒരു എക്സ്പെൻസ് തരാൻ പറ്റും. കേസിന് പോയാൽ ഇത് തന്നെയാണ്. കോടതി ചോദിക്കാൻ വന്ന ചെക്ക് ഇട്ട് നിങ്ങൾ പൈസ കൊടുത്തു, ചെക്ക് ബൗൺസ് ആയതിനല്ലല്ലോ കേസ്. ഞാൻ എൻ്റെ പൈസ കൊടുത്തു, പുള്ളി എനിക്ക് പൈസ റിട്ടേൺ ചെയ്തില്ല എന്നല്ലേ. അപ്പം അതിന് എക്സ്പെൻസ് പുള്ളിക്കാരന് പറയാൻ 100 ന്യായങ്ങളും കാണും. പുള്ളി ആർട്ടിസ്റ്റിനെ മുമ്പ് വെച്ചിട്ടാണ് നിങ്ങളെ മീറ്റ് ചെയ്തത്, അത് മാരിറ്റി വെച്ചിട്ട്. സോ ഇത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഗൈസ്. ആ പൈസ പോയതായിട്ട് തന്നെ നിങ്ങൾ കരുതുക. പിന്നെ മൂവി ഇൻഡസ്ട്രിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല പ്രൊഡ്യൂസറായിട്ട് ചേർന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ നോക്കുക. അത് മാത്രമേ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൂ. ഇതിൻ്റെ ഒരു കൗണ്ടർ ഒരു സാധനം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഒരു അനുഭവമാണ്, സുഹൃത്തിന് വന്നൊരു അനുഭവം. അമേരിക്കയിൽ ഒരു ഷോ നടത്താൻ വേണ്ടി കുറേ ആൾക്കാർ വരുന്നു. നമ്മുടെ സുഹൃത്ത് അതിനകത്ത് വന്നു. സുഹൃത്ത് നോക്കിയപ്പം ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡ്യൂസർ ഈ ഷോയുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ആർട്ടിസ്റ്റ് ഷോയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യുന്ന പുള്ളിയാണ്. അങ്ങനെ സുഹൃത്തിനെ പരിചയപ്പെട്ടു, സുഹൃത്തിന് പടം ചെയ്യണം. അപ്പം അവ അറിയാലോ, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടി എല്ലാവരും ചാടി കയറി ഫോട്ടോ എടുക്കുന്ന സമയം ആർട്ടിസ്റ്റ് നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, ആഹാ ബഹളം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൊജക്റ്റ് സംസാരിക്കുന്നു, പ്രൊജക്റ്റ് ഓക്കെ ആക്കുന്നു, ഡൺ ആൻഡ് ഡസ്റ്റേഴ്സ് അവർ ഫണ്ട് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അമേരിക്കയിലും ഇന്ത്യയിലുമായിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് പടം ചെയ്തു. 4 കോടി രൂപ 6 കോടി രൂപ കോസ്റ്റ് ആവുന്ന പടമാണ്. 6 കോടി രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വന്നത്, ടോട്ടൽ കോസ്റ്റ്. പടമെല്ലാം തീർന്നു വന്നപ്പോഴത്തേക്കിന് എന്താ പ്രശ്നം വെച്ചാൽ, ഈ പടം വെച്ചിട്ട് ഈ ആ പ്രൊഡ്യൂസർ ആരാണോ ഫണ്ട് എടുത്ത് ഈ ഷോയ്ക്ക് പോയി ഫണ്ട് എടുത്ത് ആ സമയത്തുള്ള ആൾക്കാർ അത് വെച്ചിട്ട് അവർ വേറെ എന്തോ സെറ്റിൽമെൻറ്റ് നടത്തി. അത് വേറെ പടത്തിൻ്റെ ലോസ് അവർ ബുക്ക് ചെയ്തത് ഈ പടത്തിലാണ്. അങ്ങനെ പടം ഇറങ്ങാൻ പറ്റാതെ വന്നിട്ട് ദേ ഗോട്ട് കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ടോട്ടലി അവർ 4 കോടിയും കൂടെ രൂപ ഇറക്കേണ്ട വന്നു പടം ഫൈനാൻഷ്യൽ ഇഷ്യൂസിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടി. സോ ടോട്ടൽ 6 crore പടം എടുക്കാൻ ഇറങ്ങിയ ആൾക്കാർ ദേ എൻഡ് അപ്പ് ഇൻ പേയിങ് 10 crore ആൻഡ് ദ മൂവി ഡിഡ് എ ബിസിനസ് ഓഫ് ഓൺലി 4 crore. സോ എൻഡ് ഓഫ് ദ ഡേ ദോസ് പ്രൊഡ്യൂസേഴ്സ് ഫ്രം അമേരിക്ക ലോസ്റ്റ് 6 crore ഇൻ ദാറ്റ് ഡേ. എനിക്കറിയാവുന്നതാണ്. ഇവിടെ പല പ്രൊഡക്ഷൻ ഹൗസിനും അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി കയറി ഇറങ്ങിയതാണ്.
ദാറ്റ്സ് എ സിറ്റുവേഷൻ. അപ്പോൾ അതും ഒരു യുഫോറിയയുടെ ഭാഗമാണ്, എക്സൈറ്റ്മെൻറ്റ്. നിങ്ങൾ നടനെ നടിയെയൊക്കെ കാണുന്നു, US വെച്ച് ഗൾഫിൽ വെച്ച് കാണുന്നു, ഇവർ എല്ലാവരും തോളിൽ കൈയിട്ട് നടക്കുന്നു. പക്ഷേ ഡോണ്ട് ടേക്ക് എ ഡിസിഷൻ അറ്റ് ദാറ്റ് മൊമെൻറ്റ്. സ്റ്റെപ്പ് ബാക്ക്, തിങ്ക് ആൻഡ് ടേക്ക് എ ഡിസിഷൻ. നടൻ്റെ ഡേറ്റ് കിട്ടിയോണ്ട് മാത്രം ചാടരുത്. അത് എന്താണ് പ്രൈസ് റേഞ്ച് എന്ന് നോക്കുക. ഇപ്പം മമ്മൂട്ടി പടം നിങ്ങൾക്കൊരു 15 കോടിക്ക് 20 കോടിക്ക് എടുക്കാൻ സാധിക്കുവാണെങ്കിൽ യു സ്റ്റിൽ ക്യാൻ ബ്രേക്ക് ഈവൻ. പക്ഷേ എല്ലാ ആർട്ടിസ്റ്റിനും ആ ഒരു കേപ്പബിലിറ്റി വേണമെന്നില്ല. ലാലേട്ടൻ്റെ പടമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. സോ യു ഹാവ് ടു ഡിസൈഡ്. മൈ റെക്കമെൻഡേഷൻ ടു ഓൾ ദിസ് പ്രൊഡ്യൂസേഴ്സ്, കോ പ്രൊഡ്യൂസേഴ്സ് ജമ്പിങ് ഇൻ ടു ഇറ്റ്, എസ്പെഷ്യലി NRI കേസിനടുത്തുള്ള കാര്യം വെച്ചാൽ എക്സൈറ്റ് ആവാതിരിക്കുക. നിങ്ങളൊരു നടനെ മീറ്റ് ചെയ്യാൻ പോയാലും ദീസ് ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, തിങ്ക് ഇറ്റ് ആസ് എ ബിസിനസ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞത്, പറ്റാത്ത പണിക്ക് ഇറങ്ങാതിരിക്കുക. ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ മലയാളം മൂവി ഇൻഡസ്ട്രി. ഇപ്പം ഞാനിപ്പം ഈ മെയിൽ അയച്ചു തന്നേക്കുന്ന ആളുടെ മലയാളം മൂവി ഇൻഡസ്ട്രീനെ കുറിച്ച് മോശം എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊരു പടം പിടിക്കാൻ വന്നു, പടം പിടിക്കാൻ സാധിച്ചില്ല, 50 ലക്ഷം രൂപ കടവും മേടിച്ചുകൊണ്ട് പോയി, മൂവി ഡിഡ്ന്റ് ഹാപ്പൻ. നിങ്ങളുടെ എക്സ്പീരിയൻസ് മോശമാണ് എന്നും പറഞ്ഞുകൊണ്ട് മലയാളം ഇൻഡസ്ട്രി മൊത്തം മോശമല്ലല്ലോ. ഇവിടെ പ്രോപ്പറായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന എത്രയോ പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. You did not associate with them. You jumped into a guy who were able to put you in front of the. ആ നടൻ അന്നത്തെ ദിവസം മാരിറ്റി താമസിച്ചത് വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ നടന് ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി മറ്റേ പ്രൊഡക്ഷൻ്റെ വണ്ടി വന്നപ്പോൾ അതിന് തൊട്ട് മുമ്പേ ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ ആ മാരിറ്റിൻ്റെ ലോബിയിൽ ഇരുന്ന് മീറ്റ് ചെയ്ത് കഥ പറഞ്ഞു. കഥ പലതും പറയും. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര കഥ കേൾക്കുമെന്നറിയാം. ഈ കഥകളെല്ലാം കേട്ട കഥകളെല്ലാം നടക്കാൻ പോകുമോ? ഇല്ല. So what happens is that they listen to many stories, they meet many producers, but only certain people can pull off a project. എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഒരു പ്രൊജക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രൊജക്റ്റ് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ പൈസ വേണം നിർബന്ധമില്ല. This is one thing I want to tell you guys, that you don't need money to pull off a project. What you need is that an administration, organization സ്കില്ലാണ് വേണ്ടത് ഈ പ്രൊജക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി. സോ മേക്ക് ഷുവർ ഗൈസ്. അതിന് എനിക്ക് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് പറഞ്ഞാണ്. ഈ US നടന്ന നമ്മുടെ സുഹൃത്തുക്കൾ നടന്ന ഒരു സംഭവമാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ ഗൈസ്, ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ഞാൻ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറും വൺ ഓൺ വണ്ണിൽ ഞാൻ പല ആൾക്കാർക്കും തിരിച്ച് റിപ്ലൈ തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ, അതായത് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ അതിനകത്തുനിന്ന് എടുത്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഞാൻ ചെയ്തത്. ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്കും ഇതേ അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ എപ്പിസോഡ് ചെയ്തത്. ഞാൻ ഡെഫിനറ്റായിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആസിഫിനെ വെച്ച് എപ്പോഴാണ് പടം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ട്. ആസിഫിനെ വെച്ച് ഞങ്ങൾ ആസിഫിനെ വെച്ച് ഡെഫിനറ്റായിട്ട് പടം ചെയ്യും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൺഡേ ഹോളിഡേ ആൻഡ് ബിടെക് ചെയ്ത പ്രൊഡക്ഷൻ ഹൗസാണ്. അത് ഈ രണ്ടും ആസിഫിൻ്റെ പടമായിരുന്നു. ഒരെണ്ണം ജിസ്റ്റോ ആയിരുന്നു ഡയറക്ടർ, ഒന്ന് മൃദുൽ നായർ ആയിരുന്നു ഡയറക്ടർ. 100 ദിവസം ഓടിയ 2 പടമാണ് എന്ന് പറഞ്ഞാൽ, ഞാനും ആസിഫും ജോയിൻ ചെയ്ത് ഇനി അടുത്ത പടം ചെയ്യുമ്പം അത് അത്രയും വലിയ ഹിറ്റായിരിക്കണം. സോ ദ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് അസ് ടു മേക്ക് ഷുവർ ഇറ്റ്സ് എ ഹിറ്റ്. ആസിഫുമായിട്ട് ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമാണ്. ഹീസ് എൻ എക്സ്ട്രീം ജെന്റിൽമാൻ ആണ്. ഡീൽ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്ത് വന്നതായിരിക്കും. ഡീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഒരു ഇഷ്യൂസും ഇല്ല. We will definitely do movies with him, but that movie should be above Sunday Holiday and BTech. അങ്ങനെ ഒരു സബ്ജക്റ്റിന് വേണ്ടിയാണ് ഞങ്ങൾ നോക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ജിസ്സിൻ്റെ ഡേറ്റ് ഉണ്ട്, ആസിഫിൻ്റെ ഡേറ്റ് ഉണ്ട്, മൃദുൽ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യും. We are ready to go, but we have to get that accept, because when we associate with ആസിഫ്, ആ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സൺഡേ ഹോളിഡേ BTechൻ്റെ മേളിൽ നിൽക്കണം. അതുകൊണ്ടാണ് ആ ചോദിച്ച ആളുടെ പറയുന്നത്, ആസിഫുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല, നല്ല ബന്ധമാണ്, നല്ല റിലേഷൻഷിപ്പാണ്. ബട്ട് വി ജസ്റ്റ് ബന്ധമുള്ളത് കൊണ്ട് മാത്രം പുള്ളിക്കാരന് തട്ടിക്കുട്ടി പടം എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഐ വാണ്ട് ടു ഗീവ് ഹിം വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ് ഓഫ് ഹിസ് ലൈഫ്. നെക്സ്റ്റ് പടം ഞാൻ പുള്ളിക്കാരനുമായിട്ട് ചെയ്യുന്നത് പുള്ളിയുടെ ലൈഫിലെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കണം. ഇതാണ് എൻ്റെ നിർബന്ധം. ആ നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് സബ്ജക്റ്റ് ചൂസ് ചെയ്ത് ആസിഫിനെ വെച്ച് പടം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ആ ക്വസ്റ്റ്യൻ, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാണ്. എനിവേ, താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ് എപ്പിസോഡ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എപ്പിസോഡാണ്. ഇതുപോലുള്ള എപ്പിസോഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാം. കാരണം ഒരു ബാച്ച്, ഒരു 15 എപ്പിസോഡ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഞാൻ കവർ ചെയ്ത് പോകുന്നത്. അതും ഇൻഡിവിജ്വലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ ആ മെസ്സേജ് അയച്ചാൽ പോലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഞാൻ ചെയ്യുന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ.
ആൻഡ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ്. സബ്സ്ക്രൈബേഴ്സ് വളരെ നന്നായിട്ട് വളരുന്നുണ്ട്. അൺയൂഷ്വൽ ഗ്രോത്ത് ആണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. താങ്ക് യു സോ മച്ച്. ദാറ്റ് മീൻസ് മൈ കണ്ടന്റ് ഈസ് ഗിവിങ് യു സം സോർട്ട് ഓഫ് വാല്യൂ. അതാണ് ഞാൻ എൻ്റെ ഉദ്ദേശവും. So thank you and see you in the next episode.